ശോഭിതമോരാ ബസേലിയോസ് നല്ല ജപാല മോഹിച്ചിടും അജസംഘം ദർശനമതിനും വാടിനും മോഹിച്ചിടും അജസംഘം ദർശനമതിനും മലങ്കര സഭയുടെ പൈതൃകവും സംസ്കൃതിയും തനിമയും ഒരു സഹസ്രാബ്ദത്തിലധികമായി കാവൽ മാലാഖയെ പോലെ സംരക്ഷിക്കുന്ന പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക്, പവിത്രമായ ഈ മണ്ണിലേക്ക്, ഓണാട്ടുകരയുടെ ഭാഗമായ മണ്ണ്, വരകളുടെയും വർണ്ണങ്ങളുടെയും ഭൂമി, രാജരാജാക്കന്മാരുടെ നാട്, മലങ്കര സഭയ്ക്കും പവിത്രമായ ഈ ഭൂമിക്കും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ദാനം ചെയ്ത മണ്ണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്താളുകളിൽ നൂതന സംരംഭം അൽമായ നേതൃ സ്മൃതി. മലങ്കര സഭയെയും മാവേലിക്കര മണ്ണിനെയും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഉയർത്തിപ്പിടിച്ച അഭിമാന ഭാജനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അഗ്നിനാവുകാരൻ ശ്രീ CM സ്റ്റീഫൻ്റെ നിത്യമായ സ്മരണകൾക്ക് പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സമ്മേളന നടപടികൾ ആരംഭിക്കുന്നു. എല്ലാവർക്കും അവിടെ ഇരിക്കാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കർമ്മനിരതനായ അസോസിയേഷൻ സെക്രട്ടറി, അൽമായ സ്മൃതി പോലെയുള്ള നൂതന സംരംഭങ്ങളാൽ സഭയുടെ കൊമ്പിനെ ഉയർത്തുന്ന അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിനെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് സ്വാഗതം അർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി, ബഹുമാന്യനായ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ കെ ശങ്കരനാരായണൻ അവറുകൾ, ബഹുമാന്യനായ ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി അവറുകൾ, അഭിവന്ദരായ തിരുമേനിമാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ആഗതരായിരിക്കുന്ന റമ്പാച്ചന്മാർ, വൈദികർ, ജനപ്രതിനിധികൾ, സഹോദരി സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മൺമറഞ്ഞു പോയ അൽമായ നേതാക്കളെ അനുസ്മരിക്കുന്നതിനായി അൽമായ നേതൃസ്മൃതി പരമ്പര ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് മലങ്കര സഭയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത, കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന CM സ്റ്റീഫൻ അനുസ്മരണ സമ്മേളനം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്.
നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വളരെ വിശ്വസ്തനായി രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ചപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസിനെ നയിക്കുവാൻ പ്രതിപക്ഷ നേതാവായി ശ്രീ CM സ്റ്റീഫൻ അവരോധിക്കപ്പെടുകയുണ്ടായി. അതുപോലെ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഡൽഹിയിൽ AB വാജ്പേയി മത്സരിക്കുന്ന കാലത്ത് ആര് കരുത്തനായ ആളുണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുവാനെന്ന് ആരാഞ്ഞപ്പോൾ മറ്റൊരു പേരുമല്ല കിട്ടിയത്, ശ്രീ CM സ്റ്റീഫൻ്റെ പേരായിരുന്നു. CM സ്റ്റീഫൻ അന്ന് ഹിന്ദി അറിയാത്തയാൾ ഡൽഹിയിൽ മത്സരിച്ച് പരാജയപ്പെടുന്നത് നിസ്സാര വോട്ടുകൾക്കാണ് എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ രാഷ്ട്രീയ സ്വാധീനം, വലിയ ജനസമ്പർക്കം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. 1984 അദ്ദേഹം മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ 1991 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തേണ്ടിയിരുന്ന ആളായിരുന്നു CM സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ മഹാനായ ഒരു വ്യക്തിത്വത്തെ മലങ്കര സഭയ്ക്ക് കിട്ടിയതിൽ മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാം. ഒട്ടനവധി കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ന്യായമായ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. മലങ്കര സഭയുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം മനസ്സിലാകണമെങ്കിൽ ഒന്ന് മാത്രം ഓർത്താൽ മതി. CM സ്റ്റീഫൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊല്ലത്ത് നിന്ന് മാവേലിക്കരയിലേക്ക് വരുമ്പോൾ ആ മൃതശരീരം വഹിച്ച വാഹനത്തിൽ സഭയുടെ അന്നത്തെ നിയുക്ത കാതോലിക്ക ബാവ, സഭയുടെ കാതോലിക്ക ബാവായി തീർന്ന പരിശുദ്ധ മാത്യു സ്തുതിയൻ ബാവ തിരുമനസ്സുകൊണ്ട് ആ രഥത്തിൽ പൂർണ്ണ സമയവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ അദ്ദേഹം മലങ്കര സഭയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ എത്രയോ വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ വടക്കൻ മേഖലകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മുടെ തിരുമേനിമാരും നമ്മുടെ ആളുകളൊക്കെ പറയും, CM സ്റ്റീഫൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഈ ജോൺ ജേക്കബ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു, നമുക്ക് ന്യായം നടത്തിക്കിട്ടുമായിരുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അത്രമാത്രം വളരെ നല്ല ശ്രേഷ്ഠമായ നിലയിൽ മലങ്കര സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സമയബന്ധിതമായ ഒരു പരിപാടിയാണിത്. നമുക്കറിയാം, 2013 സെപ്റ്റംബർ മാസം ആദ്യവാരം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർപ്പാപ്പായുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി വത്തിക്കാനിലേക്ക് പോയി. വത്തിക്കാനിലേക്ക് ചെന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ മാർപ്പാപ്പ സ്വീകരിച്ചത് അദ്ദേഹത്തിന് തുല്യമായ സ്ഥാനം നൽകിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവയെ മാർപ്പാപ്പ സംബോധന ചെയ്തത് യുവർ ഹോളിനെസ് എന്നാണ്, പരിശുദ്ധ പിതാവേ എന്നാണ്. ഇന്ത്യയിൽ മാർപ്പാപ്പ മറ്റാരെയും യുവർ ഹോളിനെസ് എന്ന് വിളിക്കുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, മലങ്കര സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയോ ഈ അടുത്തിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കാലത്ത് നടക്കും. ആ നഷ്ടപ്പെട്ടു പോയതൊക്കെ നേടിയെടുക്കുവാനുള്ള അവസരമായിരിക്കും നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ ഭരണകാലം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയെ നിങ്ങളേവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ രംഗത്ത് ആദർശശുദ്ധിയുള്ളവർ വളരെ കുറവാണ്. എന്നാൽ ശങ്കരനാരായണൻ സാറിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ആദർശശുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവ് എന്നാണ്. അലങ്കരിച്ച സ്ഥാനങ്ങളിലൊക്കെ വളരെ മാന്യമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള, ആത്മാർത്ഥത കൈമുതലാക്കിയ ബഹുമാന്യനായ ശങ്കരനാരായണൻ സാർ. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കാലഘട്ടത്ത് എല്ലാവരെയും അനുനയിപ്പിച്ചുകൊണ്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1967 KPCCയുടെ ജനറൽ സെക്രട്ടറി, നീണ്ട 16 വർഷക്കാലം UDFൻ്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ചു. നിരവധി തവണ മന്ത്രിയായിരുന്നിട്ടുണ്ട്.
2001 AK ആന്റണി കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നയാൾ ബഹുമാന്യനായ ശങ്കരനാരായണൻ സാറാണ്. നാഗാലാൻഡ് ഗവർണറായി, ജാർഖണ്ഡിലും ആസാമിലും ഗവർണറായി, അരുണാചൽ പ്രദേശിലും ഗോവയിലും ഗവർണറായി, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ ശങ്കരനാരായണൻ സാർ വളരെ പെട്ടെന്ന് അറിയിച്ചിട്ടും ഒരാഴ്ച മുമ്പ് അറിയിച്ചിട്ടും മലങ്കര സഭയോടുള്ള സ്നേഹം കൊണ്ട്, CM സ്റ്റീഫൻ അവറുകളോടുള്ള ആദരവ് കൊണ്ട് ഈ സമ്മേളനത്തിൽ എത്തിച്ചേരാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്തിന് മുമ്പായി എത്തിച്ചേരുകയും ചെയ്ത ബഹുമാന്യനായ ശങ്കരനാരായണൻ സാർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ശ്രീ K. ശങ്കരനാരായണൻ അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യന് അവകാശമുണ്ട് എന്നും ആ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ആളുണ്ട് എന്നും ഈ അടുത്തയിടെയാണ് ആളുകൾക്ക് ബോധ്യമായി തുടങ്ങിയത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവറുകൾ അവരോധിതനായപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ഇത്തരത്തിൽ ഉന്നതമായൊരു സ്ഥാനമുണ്ട്, ഇനി പേടിക്കേണ്ട, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ബോധ്യമുണ്ടായത്. മലങ്കര സഭയുടെ അരുമസന്താനം, പട്ന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി വളരെ നല്ല നിലയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ദീർഘകാലം കേരളത്തിൽ ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ ജനോപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബോംബെ ഭദ്രാസനാധിപൻ, MGOCSMന്റെ പ്രസിഡന്റ് അഭിവന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അഭിവന്ദനായ കൂറിലോസ് തിരുമേനി ശങ്കരനാരായണൻ സാറുമായി വളരെ അടുപ്പമുള്ള ആളാണ്. അഭിവന്ദനായ കൂറിലോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ നിക്കോദിമോസ് തിരുമേനി, ജോഷാമാർ നിക്കോദിമോസ് തിരുമേനിയുടെ പ്രവർത്തനം വളരെ സഭയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച് മാവേലിക്കര ഭദ്രാസനത്തിനും അതുപോലെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിനും സഭയ്ക്കാകമാനവും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദനായ ജോഷമാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്തായെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റാന്നിയുടെ പ്രിയങ്കരനായ MLA ശ്രീ രാജു എബ്രഹാം, അഭിവന്ദനായ തീമോത്തിയോസ് തിരുമേനി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. UK ഭദ്രാസനാധിപൻ, ഇവിടെ എപ്പോൾ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും തിരുമേനി വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് മുൻനിരയിൽ നിൽക്കുകയാണ്. അഭിവന്ദനായ നിക്കോദിമോസ് തിരുമേനി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. അഭിവന്ദനായ നിക്കോദിമോസ് തിരുമേനിയെ തീമോത്തിയോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ റാന്നി MLA ശ്രീ രാജു എബ്രഹാം അവറുകൾ, നമുക്കറിയാം നിരവധി തവണ MLA ആയിരുന്നപ്പോൾ മലങ്കര സഭയുടെ ന്യായമായ ആവശ്യങ്ങൾ എന്തെങ്കിലും നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തോട് നമ്മൾ പറയാറുണ്ട്, മലങ്കര സഭയുടെ ഒരു അംഗത്തെ പോലെ വളരെ ആത്മാർത്ഥമായി നമ്മളോട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ രാജു എബ്രഹാം അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്ദിനായ വൈദിക ട്രസ്റ്റി ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ എത്തിച്ചേരും. അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ ആൽമായ ട്രസ്റ്റി ബഹുമാന്യനായ ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവറുകൾ, അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ബഹുമാന്യനായ D. ഗീവർഗീസ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി ബഹുമാന്യനായ G. കോശി തുണ്ടുപറമ്പിൽ അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ട്രസ്റ്റി ശ്രീ സൈമൺ കൊമ്പശ്ശേരി അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായവർ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വന്യരായ റമ്പാച്ചന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജനപ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുള്ളവർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ
സംബന്ധിക്കുന്നുണ്ട്. ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാന്യനായ ശ്രീ രാജേഷ് തഴക്കര ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ മാന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും തോമസ് ചാക്കോയെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ പരിലാളിക്കുന്ന മലങ്കര സഭയുടെ ഭാഗ്യവാനായ മോറോന്മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി മൂടുപടങ്ങളില്ലാത്ത നിഷ്കളങ്കതയുടെ സൗന്ദര്യം അധ്യക്ഷ വാക്കുകൾക്കായി ഭക്തി ആദരപൂർവ്വം പരിശുദ്ധ ബാവ തിരുമേനിയെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ഹിസ് എക്സലൻസി മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കര നാരായണൻ അവറകൾ, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യരായ സഹോദര മെത്രാപ്പോലിത്തന്മാരെ, മലങ്കര സഭയുടെ ഓമനപുത്രനും മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ചെയർമാനുമായിരിക്കുന്ന ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി, പ്രിയപ്പെട്ട റാന്നി MLA ശ്രീ രാജു ഏബ്രഹാം, സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, ഈ ഇടവകയുടെ വികാരി ബഹുമാന്യനായ D ഗീവർഗീസ് അച്ചൻ, ഈ ഇടവകയുടെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ശ്രീ കോശി തുണ്ടുംപറമ്പിൽ, മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജേക്കബ് ജോൺ, ഇപ്രകാരമുള്ളൊരു സമ്മേളനത്തിൻ്റെ ആശയം സഭയിൽ അവതരിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ഒരു മഹൽ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. അടുത്ത കാലങ്ങളിലായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മൺമറഞ്ഞുപോയ രാഷ്ട്രീയ സാമൂഹ്യ സഭയുടെ ഓമനപുത്രന്മാരായ അൽമായ നേതാക്കളെ സ്മരിക്കണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. അപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫാണ്. ആ ചുടിരക്തത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ചെറുപ്പത്തിൻ്റെ ചിന്തയിൽ അൽമായ നേതൃത്വത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹർഷാരവത്തോടു കൂടിയാണ് മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആ പ്രമേയം സ്വീകരിച്ചത്. അങ്ങനെ പരതി നോക്കിയപ്പോൾ ഇന്ന് രാഷ്ട്രീയ തലത്തിലും മലങ്കര സഭയുടെ വികസനത്തിനും പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിന്നിരുന്ന പോരാളിയായിരുന്ന മിസ്റ്റർ ശ്രീ CM സ്റ്റീഫൻ, അദ്ദേഹത്തെ അനുസ്മരിക്കുവാനുള്ള തീരുമാനമെടുത്ത് അത് ഇന്ന് നടപ്പിൽ വരുത്തുകയാണ്. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന മഹാരാഷ്ട്ര ഗവർണർ, അദ്ദേഹം പല വേദികളിലും ബോംബെയിൽ വെച്ച് എനിക്ക് പങ്കിടാൻ ഇടയായിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം തന്നെ ഇന്ത്യയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംസ്ഥാന ഗവർണർഷിപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മാവേലിക്കരയുടെ ഓമനപുത്രനായിരുന്ന ഡോക്ടർ PG അലക്സാണ്ടറും പ്രസ്തുത സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഏറെ പുളകിതരാക്കുന്നു. കേരളത്തോട്, മലയാളിയോട്, മലയാള ഭാഷയോട്, ജനിച്ച നാടിനോട് ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികമായ ബന്ധം ഞാൻ പലപ്പോഴും കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു.
എല്ലാവിധമായ സ്നേഹവും ആദരവും മലങ്കര സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മലങ്കര സഭ ഈ അൽമായ നേതൃത്വത്തെ ആദരിക്കണമെന്നുള്ളൊരു ആശയത്തിന് ഇത്രമാത്രം പിന്തുണയുണ്ടായത്? ആധുനിക കാലഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് ലഭിക്കേണ്ടത് പലതും നഷ്ടപ്പെട്ടു എന്നൊരു സൂചന സെക്രട്ടറി ഓർമ്മിപ്പിക്കുകയുണ്ടായി. 2 പ്രധാന കാരണങ്ങളാലാണ് അൽമായ നേതൃത്വത്തെ ആദരിക്കണമെന്നുള്ളൊരു ആശയം ഉണ്ടായതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുകയാണ്. ഒന്ന്, വളരുന്ന തലമുറയ്ക്ക് മൺമറഞ്ഞു പോയ നേതാക്കന്മാർ എന്തെല്ലാം ചെയ്തു എന്ന് അവരെ ബോധവൽക്കരിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുവാനുള്ള ഒരു ചുമതല മലങ്കര സഭയ്ക്കുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു വലിയ ഭാഗ്യനക്ഷത്രത്തെ പോലെ ശോഭിച്ചിരുന്ന മിസ്റ്റർ CN സ്റ്റീഫൻ മലങ്കര സഭയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ ഓർത്തഡോക്സ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നൽകുന്ന ഒരു സൂചനയും മുന്നറിയിപ്പുമാണെന്നാണ് എൻ്റെ വിചാരം. ഈ 2 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയായി ആണ് മലങ്കര സഭ അൽമായ നേതൃത്വത്തെ ആദരിച്ച് അവരെ പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതും ഇപ്പോഴത്തെ ഓർത്തഡോക്സ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇങ്ങനെ ഒരു കാലഘട്ടം മലങ്കര സഭയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതും. ശ്രീ CM സ്റ്റീഫൻ എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ പ്രൗഢഗംഭീരമായ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ സദസ്സ് ആനന്ദം കൊണ്ടും ആവേശം കൊണ്ടും ഇളകിമറിയുന്നത് നാം എല്ലാം കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതിനേക്കാൾ ഉപരി മലങ്കര സഭയെ സ്നേഹിച്ചുകൊണ്ട് മലങ്കര സഭയുടെ ന്യായമായ ആവശ്യങ്ങൾ തീർച്ചയായും നേടിയെടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുഖ്യ പ്രാധാന്യം നൽകുകയും സഭയെ പല സന്ദർഭങ്ങളിലും അവഗണിക്കുകയും ചെയ്യുന്നത് വളരെ വേദനയോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് CM സ്റ്റീഫനെ പോലെയുള്ള മഹൽ വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ സഭയെ സ്നേഹിച്ചതുകൊണ്ട് യാതൊരു പോറലും ഏറ്റിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. കാരണം മലങ്കര സഭ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുൻപിലും വഴിവിട്ട ഒരാവശ്യത്തിന് വേണ്ടി കൈനീട്ടാറില്ല. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കൈനീട്ടാറുള്ളൂ. പക്ഷേ ന്യായമായ ആവശ്യങ്ങളും ചിലപ്പോൾ കൈനീട്ടി അല്ലെങ്കിൽ വളരെ അപേക്ഷാസ്വരത്തിൽ പറയുമ്പോഴും അത് കണ്ടില്ലെന്ന് അവഗണിച്ചുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുവാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അത് വളരെ വേദനാജനകമാണ്. CM സ്റ്റീഫനെ പോലെയുള്ള ആദർശ ശുദ്ധിയുള്ളവരും അതുപോലെ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ളവരുമായിരുന്നു. അതോടൊപ്പം തന്നെ അവർ ജനിച്ച നാടിനെ മറക്കാത്തവരായിരുന്നു. വളർന്ന സഭയെ അവർ സ്നേഹിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് അവർക്ക് നന്മയല്ലാതെ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ മലങ്കര സഭയിൽ നിന്നും ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. കാരണം രാഷ്ട്രീയമായി ആ വിധത്തിലുള്ള സഭയുടെ സ്ഥാനമെന്ത് 2000 വർഷം പഴക്കമുള്ള ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. വിദേശ മേധാവിത്വമില്ലാത്തൊരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. ഒരു പരിധിവരെ നാം മുഖാന്തരമായി രാജ്യത്തിനും രാഷ്ട്രത്തിനും മറ്റുള്ളവർക്കും നന്മയല്ലാതെ ഒരു ദോഷവും ചെയ്തിട്ടുള്ളതായി എടുത്തു പറയുവാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ള മലങ്കര സഭയുടെ അൽമായ നേതൃത്വത്തെ ആദരിക്കുവാൻ തന്നെ വളരെ ശക്തമായി തീരുമാനമെടുക്കുന്നത് അൽമായ നേതൃത്വത്തിൻ്റെ സഹകരണവും അവരുടെ പങ്കാളിത്തവും മലങ്കര സഭയ്ക്ക് ആവശ്യമുണ്ട്. രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ട്, രാജ്യത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് സാധാരണക്കാരെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ശ്രീ ശങ്കരനാരായണൻ സാർ എന്ന് വിളിക്കാമെങ്കിലും ഇന്ത്യയുടെ സാംസ്കാരികവും അതുപോലെ തന്നെ വ്യാവസായികവുമായ തലസ്ഥാനമാകുന്ന ബോംബെയുടെ ഗവർണറാണ്.
സമയബന്ധിതമായിട്ട് മാത്രമേ ആർക്കും സമയം ഉപയോഗിക്കുവാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി എൻ്റെ സമയം ഇവിടെ അത് പാലിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ശ്രീ ശങ്കരനാരായണൻ അവറുകൾ കേരളത്തിൻ്റെ അഭിമാനമായി അദ്ദേഹം പല ഏറ്റെടുത്ത എല്ലാ പദ്ധതികളും ഏറ്റെടുത്ത എല്ലാ ചുമതലകളും വളരെ തിളക്കത്തോടെ ശോഭയോടെ നിർവഹിക്കുന്നു എന്നതിൽ കേരളത്തിന് അഭിമാനമുണ്ട്, മലങ്കര സഭയ്ക്ക് അഭിമാനമുണ്ട്. ഒരിക്കൽ കൂടെ അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വിദേശ ആധിപത്യമില്ലാത്ത സഭ, നന്മ മാത്രം ചെയ്യുന്ന സഭ, ചെയ്തിട്ടുള്ള സഭ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ അധ്യക്ഷ വാക്കുകൾക്ക് തൃപാദങ്ങളിൽ നന്ദി അർപ്പിക്കുന്നു. ജന്മനാടിൻ്റെ പൈതൃകവും കേരള സംസ്കാരത്തിൻ്റെ തനിമയും ഭാഷയിലും ഭൂഷണത്തിലും പുലർത്തുന്ന സർവാദരണീയനായ ശ്രീ കെ ശങ്കരനാരായണൻ, മണ്ണിൻ്റെ സുഗന്ധമുള്ള ദേശീയ സഭയുടെ സ്നേഹിതൻ, മഹാരാഷ്ട്ര ഗവർണർ സർവശ്രീ ശങ്കരനാരായണൻ അവറുകളെ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കാത്തോലിക്ക ബാബ തിരുമേനി അവറുകളെ, മറ്റ് ബഹുമാന്യരായ തിരുമേനിമാരെ, എൻ്റെ സുഹൃത്ത് രാജു അബ്രഹാം MLA, മുത്തൂറ്റ് ജോർജ് അവറുകൾ, മറ്റ് ബഹുമാന്യരായ സഭാവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല സമ്മേളനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സമ്മേളനം. ആമുഖ പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ച മഹാന്മാർ എന്ന് തന്നെ ഞാൻ പറയട്ടെ, അടിവരയിട്ടുകൊണ്ട് ശ്രീ CM സ്റ്റീഫൻ മഹാനായിരുന്നു. ചുമ്മാ മഹാനായതല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രാപ്തി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹം ഭാരതത്തിൽ മന്ത്രിയും പ്രതിപക്ഷ നേതാവും അതിന് മുമ്പ് കേരളത്തിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും INTUCയുടെ പ്രസിഡൻറ്റുമൊക്കെയായിരുന്നു ശ്രീ CM സ്റ്റീഫൻ. CM സ്റ്റീഫൻ മാവേലിക്കരക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ച ഡോക്ടർ അലക്സാണ്ടർ ഒരേ സമയത്ത് ജീവിച്ചു വളർന്നവരാണ്. ഒരേ സമയത്ത് രണ്ട് ധ്രുവങ്ങളിൽ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ ധിഷണാശാലികളായ ഇവർ സ്ഥാനമുറപ്പിച്ചതാണ്. ഞാൻ ഡോക്ടർ അലക്സാണ്ടറെ കുറിച്ച് രണ്ട് വാക്ക് സൂചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഡോക്ടർ അലക്സാണ്ടർ, ഞാൻ മഹാരാഷ്ട്രയിൽ ഗവർണറാവുന്നതിന് മുമ്പ് മഹാരാഷ്ട്രയിൽ ഗവർണറായിരുന്നു. മഹാരാഷ്ട്രയിൽ ഗവർണറായ ആളുകളുടെ പട്ടിക ഞാൻ പരിശോധിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് തൊട്ട് പിന്നീട് പ്രസിഡൻ്റായ ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ, C. സുബ്രഹ്മണ്യം, ഡോക്ടർ റെഡ്ഡി, ഡോക്ടർ അലക്സാണ്ടർ, അതിനുശേഷം ഈ പാവപ്പെട്ട ഞാൻ. ഈ പറഞ്ഞ ആളുകൾ ആരുമായും ഞാൻ താരതമ്യമില്ല എന്ന് താരതമ്യമില്ലാത്ത എനിക്ക് തന്നെ അറിയാം. എപ്പോഴും മനുഷ്യർക്ക് അവരെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്.
ഇന്ത്യ രാജ്യത്ത് നിന്ന് 120 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ 3.5 കോടി ജനങ്ങൾ മാത്രമേ നമ്മളുടെ കേരളത്തിലുള്ളൂ. ഞാൻ ഗവർണറായിരിക്കുന്ന മഹാരാഷ്ട്രയിൽ 14 കോടിയോളം ജനങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഇൻകം ടാക്സിൻ്റെ 37% മഹാരാഷ്ട്രയിൽ നിന്നാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നത്. വ്യത്യാസമുണ്ട്. കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹാരാഷ്ട്രയും തമിഴ്നാടും തമ്മിൽ വ്യത്യാസമുണ്ട്. തമിഴ്നാടും ആന്ധ്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യരുമായും വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രസിഡൻ്റാണ്, ചെയർമാനാണ് ജസ്റ്റിസ് കോശി. ഞങ്ങൾക്കൊക്കെ ആദ്യം മുതൽക്ക് അറിയാവുന്ന പ്രഗത്ഭനായ ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ്. ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അർഹതയില്ലാത്തവരെ സ്ഥാനങ്ങൾ ഏൽപ്പിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, ഞാൻ സ്വകാര്യത്തിൽ പറയുന്നു, ദോഷവുമാണ്. ഈ രാജ്യത്ത് തിരുമേനി സൂചിപ്പിച്ചത് ഞാൻ വിസ്തരിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മളുടെ കേരള സംസ്ഥാനത്തിലും ഭാരതത്തിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, അവരുടെ ആവശ്യങ്ങൾ നിഷേധിക്കാൻ ഒരു ഭരണാധികാരിക്കും അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. That is our constitutional right, our fundamental right. ഇന്ത്യ രാജ്യത്ത് ആരായാലും ശരി, ഒരു വോട്ടിൽ കവിഞ്ഞ വോട്ടവകാശമുള്ള ഒരു വ്യക്തിയും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നില്ല. അധികാരം വരും, അധികാരം പോകും. അധികാരം വരും, അധികാരം പോകും എന്നുള്ളത് അധികാരത്തിലിരിക്കുന്നവർ ആലോചിച്ചാൽ അവർ മാന്യന്മാരാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അധികാരത്തിൻ്റെ വ്യാപ്തി ജനങ്ങൾ നൽകുന്നതാണ്. നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ വളരെ പ്രഗത്ഭരായ ആളുകളുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ കേരളത്തിൻ്റെ 2ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയാണ്. ശ്രീ ആൻ്റണി ഡൽഹിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ്. ഇതൊന്നും ആരും അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാതാവുകയില്ല. ഇപ്പോൾ വൈകുന്നേരം മിതമായ സമയം, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പം ധരിച്ചോളണം ആ ആൾക്ക് തലയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന്. അല്പം ഞാനിത് സൂചിപ്പിക്കാനുള്ള പ്രധാനമായ കാരണം, ജനാധിപത്യ സംവിധാനത്തിൽ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ആവശ്യപ്പെടാനും നേടിയെടുക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഹിന്ദു ആയാലും ആരായാലും അവർക്ക് അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കുന്നത് ഭാവിയിൽ ആരായാലും ദുഃഖിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സംസ്ഥാനത്ത് 100% വിദ്യാഭ്യാസമുള്ളവരാണ്. ഇത്രയധികം അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായ വ്യത്യാസം പറയാനും കഴിവുള്ള വ്യക്തികൾ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്തെല്ലാം കോൺട്രവേഴ്സിയാണ്! എന്തിനാണ് ഇത്ര കോൺട്രവേഴ്സി എന്ന് ചോദിച്ചാൽ ആർക്കും അതിന് simply we will pick up controversy from the streets. അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ
ശ്രീ സ്റ്റീഫൻ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഞാൻ സ്റ്റീഫനുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് പാലക്കാട്. അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് 2 സെക്രട്ടറിമാരെ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ CM സ്റ്റീഫനും KK വിശ്വനാഥനും, പിന്നെ വാസു പണിക്കരും CM സ്റ്റീഫനും. ഇന്ന് എത്ര സെക്രട്ടറിമാരാണ് എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയത്തിലില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞാനിപ്പോൾ രാഷ്ട്രീയക്കാരനല്ല, എനിക്ക് രാഷ്ട്രീയം പറയാനും പാടില്ല, പക്ഷേ അഭിപ്രായം പറയാം. ഇവിടെ ജഡ്ജിമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് പലതിനെക്കുറിച്ചും ആലോചിച്ച് പറയേണ്ടി വരുന്നത്. ശ്രീ അലക്സാണ്ടർ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഞാൻ അതിശയോക്തിയുടെ കണിക കലരാതെ പറയുന്നു, എനിക്ക് തീരുമാനമെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് അദ്ദേഹം ന്യായമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ് എനിക്ക് ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചത്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഓരോ സ്ഥാനങ്ങളിലും ഇരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിന് നിന്നാൽ ആര് ജയിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ പ്രശസ്തനായ ആളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ട് അതാണ് അവസാനത്തെ വാക്ക്, അവസാനത്തെ അധ്യായം എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. ഇതൊക്കെ മാറി മറിഞ്ഞു വരും, മാറി മറിഞ്ഞു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലോകത്തിൻ്റെ ചരിത്രം അതാണ്. ഭാരതത്തിൻ്റെ ചരിത്രവും അതാണ്, കേരളത്തിൻ്റെ ചരിത്രവും അതാണ്. ആ ചരിത്രം നമ്മളുടെ മനസ്സിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് CM സ്റ്റീഫൻ നന്മയുടെ ഉറവിടമായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. CM സ്റ്റീഫനും CM സ്റ്റീഫൻ്റെ സഹധർമ്മിണി തങ്കമ്മയും ഞങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമാണ്. CM സ്റ്റീഫൻ്റെ അനുജൻ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല, അദ്ദേഹം എഞ്ചിനീയറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, സമുദായ സ്നേഹമുണ്ട്, സമൂഹ പ്രവർത്തനമുണ്ട്. അത് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് പലരും രാഷ്ട്രീയം പറയുന്നത്? അവർ പറയുന്നത് രാഷ്ട്രീയമല്ല. ഈ സഭകളെല്ലാം 2000 വർഷത്തെ പഴക്കം പറഞ്ഞു അദ്ദേഹം. ആ 2000 വർഷം മുതൽക്ക് തന്നെ ഓരോരോ പ്രദേശത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തനം നടത്തി പരിചയമുള്ള സഭകളാണ്. അതുകൊണ്ട് അവർ ജനങ്ങൾക്ക് വേണ്ടി ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. If you have constitutional right, that right goes to me also. That is with me also. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, രാജ്യത്തിനു വേണ്ടി നന്മ ചെയ്യുന്ന ഏത് സംഘടനയായാലും ഏത് മതമായാലും ഏത് സമൂഹമായാലും അവരുടെ അഭിപ്രായത്തെ മാനിക്കണം, മാനിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സമ്മാനം വാങ്ങാൻ താഴത്ത് വരുമ്പോൾ സമ്മാനം കൊടുക്കേണ്ട ആളുണ്ടാവില്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ്, ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പാഠമാണ്. നമ്മളുടെ രാജ്യത്ത് വികസനമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു.
പോരാ, വികസനം കുറെ കൂടി ആവശ്യമാണ്. നമ്മളുടെ രാജ്യം സാമ്പത്തികമായി പിന്നോക്കം പോയി എന്ന് പറയുന്നു. ശരിയാണ്, വളരെയധികം മുന്നോട്ട് പോയിട്ടില്ല. 2 വർഷം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഡൽഹിയിൽ വന്നപ്പോൾ പറഞ്ഞത്, അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഒരു കാലത്തും പറയാത്ത അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, ഇന്ത്യ ഈസ് നോട്ട് എ ഡെവലപ്പിംഗ് കൺട്രി, ഇറ്റ് ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്നാണ് പറഞ്ഞത്. സാമ്പത്തികമായ റിസഷൻ ഉണ്ടായപ്പോൾ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലെയും പല രാജ്യങ്ങളിലെയും ബാങ്കുകൾ പൂട്ടി. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അത്ര മോശമായിരുന്നുവെങ്കിൽ, മാനേജ്മെൻറ്റ് മോശമായിരുന്നുവെങ്കിൽ, ഈ ഇന്ത്യ രാജ്യത്ത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ച് കൂടി പോലും പൂട്ടിയില്ല. സത്യമായിട്ട് നമ്മൾ അംഗീകരിക്കണം. ശരിയായി അംഗീകരിക്കണം. തെറ്റുകൾ തിരുത്തണം. ബഹുമാന്യനായ കാതോലിക്ക തിരുമേനി പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലായിരിക്കുന്നു. കേട്ട എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. കേൾക്കാത്തവരോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതും നല്ലതാണ്. നമുക്ക് സമൂഹങ്ങൾ ഒന്നിച്ച് കൂട്ടായി യോജിച്ചു പോകണം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഇത്ര അധികം സ്നേഹത്തോടുകൂടി, മതസൗഹാർദ്ദത്തോടുകൂടി വേറെ സംസ്ഥാനത്തുകൾ ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്ര ഉണ്ട് എന്ന് പറയാൻ പ്രയാസമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സ്റ്റീഫന് ജന്മം കൊടുത്ത സഭ അദ്ദേഹത്തിൻ്റെ മേന്മകളെക്കുറിച്ച് ഓർമ്മിക്കണം എന്ന് ചിന്തിച്ചതിൽ എനിക്ക് ഈ സഭയുടെ നേതാക്കന്മാരോടും അധ്യക്ഷന്മാരോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കാരണം ഞങ്ങൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കാലത്ത് സ്റ്റീഫൻ ഒരു മഹാമേരു തന്നെയായിരുന്നു. സ്റ്റീഫൻ പ്രസംഗിക്കും എന്നുള്ളത് ഒരു ചുമരിൽ എഴുതി വച്ചാൽ, അന്ന് പിന്നെ ഫ്ലെക്സ് ബോർഡൊന്നും ഇല്ല. ഇന്നിപ്പോൾ റോട്ടിൽ തട്ടി തടഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് നടക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഫ്ലെക്സ് ബോർഡാണ്. ആരുടെ അതെന്ന് ചോദിച്ചാൽ വെച്ചാളൊക്കെ നിശ്ചയില്ല. എനിക്ക് പിന്നെ നിശ്ചയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം. അത് വലിയൊരു സിദ്ധാന്തമായിട്ട് മാറ്റണം. നമുക്ക് വളർച്ചയുണ്ടാകണം, വികസനമുണ്ടാകണം. അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ രാജു അബ്രഹാം ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ ഒരു എതിരുമില്ല, എതിർത്തിട്ട് കാര്യമില്ല. നന്മ ചെയ്യുന്നവരെ എപ്പോഴും എതിർത്തിട്ട് കാര്യമില്ല. എനിക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ ഇവരെല്ലാവരും ബോംബെയിൽ വരും. ഞാനിന്ന് ഏറ്റവും സന്തോഷിക്കുന്ന ഒന്നുകൂടിയുണ്ട്. എൻ്റെ ബോംബെയിലെ തിരുമേനി ഇവിടെ ഉണ്ട്. എൻ്റെ തിരുമേനിയാണ് അവിടെ. ഞാൻ പല ഫംഗ്ഷനും പോകാറുണ്ട്, ഒന്നാന്തരം ഫംഗ്ഷൻ. ഞാൻ വാസ്തവം പറഞ്ഞാൽ ഈ മാതിരി സംഘടനകൾ എവിടെ മീറ്റിങ്ങിന് വിളിച്ചാലും പറ്റും എന്ന് വെച്ചാൽ ഞാൻ പോകും. ബാംഗ്ലൂർ ഫംഗ്ഷന് വിളിച്ചപ്പോഴും ഞാൻ ബിഷപ്പ് മുത്തൂറ്റ് ജോർജ് അവിടെ ഉണ്ടായിരുന്നു. നമുക്കതിലൊന്നും ഒരു കലവറിയില്ല, ഒരു റിസർവേഷനും ഇല്ല. ആകെ ഒരു റിസർവേഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ എല്ലാവരും നന്മയോടുകൂടി ജീവിക്കണം എന്നുള്ളത്. അതാണ് ക്രിസ്തുദേവനും പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നന്മയോടുകൂടി ജീവിക്കണം
എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കട്ടെ. തിരുമേനിമാരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി, ആശംസകളോടുകൂടി നമ്മളുടെ പ്രസ്ഥാനം വളരട്ടെ, വികസിക്കട്ടെ, പന്തലിക്കട്ടെ, പുഷ്പിക്കട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്. മഹാനായ CM സ്റ്റീഫൻ എന്ന് അനുസ്മരിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദർശശുദ്ധിയുടെ വക്താവ് ശ്രീ K. ശങ്കരനാരായണന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. മുഖ്യ സന്ദേശം നൽകുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനവും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനുമായിരിക്കുന്ന ജസ്റ്റിസ് J. ബെഞ്ചമിൻ കോശിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കിഴക്കിൻ്റെ ഒക്കെയും കാതോലിക്കായ പരിശുദ്ധ ബാവാ തിരുമേനി, ജനങ്ങളുടെ ഒക്കെയും കണ്ണിലുണ്ണിയും മഹാരാഷ്ട്ര ഗവർണറുമായ ശ്രീ ആദരണീയനായ ശ്രീ ശങ്കരനാരായണൻ, വന്യരായ കൂറിലോസ് തിരുമേനി, അഭിവന്യരായ കൂറിലോസ് തിരുമേനി, നിക്കോദിയോസ് തിരുമേനി, തിമോത്തിയോസ് തിരുമേനി, രാജു എബ്രഹാം MLA, സഭയുടെ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ്, ട്രസ്റ്റി ശ്രീ MG ജോർജ്, പള്ളിയുടെ വികാരി, ഈ ഇടവകയുടെ വികാരി ഫാദർ D. വർഗീസ്, സെക്രട്ടറി E. കോശി തുണ്ടുംപറമ്പിൽ, ഡയോസിസിൻ്റെ സെക്രട്ടറി ശ്രീ ജോൺ ജേക്കബ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരെ, കോർപ്പിസ്കോപ്പമാരെ, എറമ്പാച്ചന്മാരെ, മാന്യ വ്യക്തികളെ, ആദ്യമായിട്ട് ഈ സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുകയും ഇത് വലിയൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് സാധിച്ചതിൽ ദൈവതിരുനാമത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സദസ്സിൽ പരിശുദ്ധ ബാവാ തിരുമേനി പ്രസംഗിച്ചതുപോലെ ഇങ്ങനെ ആത്മീയ നേതാക്കന്മാരെ സ്മരിക്കുവാനായിട്ട് പ്രത്യേക മുൻകൈ എടുത്തത് സഭയുടെ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫാണ്. ഈ സഭ വൈദികർക്ക് വേണ്ടി, വൈദികരാൽ മാത്രം വൈദികർക്ക് വേണ്ടിയുള്ള ഒരു സഭയല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടി, ആത്മായക്കാർക്ക് വേണ്ടിയുള്ളതെന്നും ഒരു ശക്തമായ ആത്മായ നേതൃത്വം വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മായ നേതാവാണ് ശ്രീ ജോർജ് ജോസഫ്. അതുകൊണ്ടാണ് മൺമറഞ്ഞ സഭയുടെ ആത്മീയമായ നേതാക്കന്മാരെ സ്മരിക്കണം എന്ന് പറഞ്ഞതും. ഇത് നമ്മൾ മാവമാപ്പിള്ളയുടെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് നടത്തി ഇപ്പോൾ രണ്ടാമത് നടത്തുന്ന സമ്മേളനമാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻജിനീയറും ലയൺസ് ക്ലബിൻ്റെയും മറ്റ് സാമൂഹിക സംഘടനകളുടെയും പ്രസിഡൻറ്റുമായ ശ്രീ പോൾ മാത്യു ഇവിടെ ഉണ്ട്. സ്റ്റീഫൻ സാറിൻ്റെ മകൻ മാത്യു സ്റ്റീഫൻ ഇവിടെയുണ്ട്. ഞാൻ LLM-നെ പഠിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ റെഫർ ചെയ്യാനായിട്ട് പോയിരുന്നത് അന്ന് CM സ്റ്റീഫൻ സാറും EP പൗലോസ് സാറും മുൻ മന്ത്രി EP പൗലോസ് സാറും നമ്മുടെ സഭയുടെ വക്കീലായിരുന്ന എബ്രഹാം സാറും എല്ലാം കൂടെ ചേർന്നൊരു കൊച്ചിൻ ലോ ചേംബർ എന്ന് പറഞ്ഞൊരു ലോ ചേംബർ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു പുസ്തകങ്ങൾ റെഫർ ചെയ്യാനായിട്ട് പോയിരുന്നത്. എല്ലാത്തരം പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. തിയോളജി വരെ, സാധാരണ എനിക്ക് തോന്നുന്ന സെമിനാരിലൊക്കെ കാണുന്ന തിയോളജിക്കൽ ബുക്ക് വരെ ഉണ്ടായിരുന്നു. സ്റ്റീഫൻ സാറെ ഞാൻ പലപ്പോഴും അവിടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് നോട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഓരോ കാര്യത്തിന് ഏത് സബ്ജക്റ്റ് നോക്കിയാൽ അദ്ദേഹം പ്രസംഗിക്കുമ്പം അദ്ദേഹം വലിയൊരു പ്രാസംഗികനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രസംഗിക്കാനൊക്കെ സബ്ജക്റ്റ് വേണം, കാര്യങ്ങൾ വേണം. അദ്ദേഹം ഇതെല്ലാം പഠിച്ച് വളരെ കാര്യമായിട്ട് തിയോളജി വേണേൽ തിയോളജി, രാഷ്ട്രീയം വേണേൽ രാഷ്ട്രീയം, എക്കണോമിക്സ് വേണേൽ എക്കണോമിക്സ്, ഏത് കാര്യത്തിനെക്കുറിച്ചും പഠിച്ചു പറയുന്നൊരു പ്രസംഗം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും അവിടെ പോകുമായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. ഈയിടെ എന്നോട് കഴിഞ്ഞ ആഴ്ച വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രി KV തോമസ് എന്നോട് പറഞ്ഞു, മാഷെന്നോട് പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാൽ, എന്നെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത് സ്റ്റീഫൻ സാറാണ്. കാരണം തേവര അന്ന് കേരള കോൺഗ്രസ് ഉണ്ടായ സമയത്ത് R. ശങ്കറിനെ സപ്പോർട്ട് ചെയ്ത് തേവരെ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടിട്ടാണ് KV തോമസ് സാർ രാഷ്ട്രീയത്തിലോട്ട് കയറി വന്നു എന്നാണ് മാഷ് പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ ധാരാളം പേരെ നേതൃത്വ നിരയിലേക്ക് ആകർഷിച്ചിട്ടുള്ളതാണ്. ഞാൻ എന്നോട് വക്കീലാകുന്ന സമയത്ത് എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു ഉപദേശം, ആരെയും പേടിക്കരുത്, ദൈവത്തെ മനസാക്ഷ്യമല്ലാതെ വേറെ ആരെയും പേടിക്കരുത്, എന്ത് ക്രിറ്റിസിസം ഉണ്ടായാലും നമുക്ക് പറയാനുള്ളത് പറയണമെന്ന്. അത് ഞാൻ മനസ്സാവാചകം ഇപ്പോഴും പാലിക്കുന്നുണ്ട്. നമ്മുടെ സഭയിൽ വളരെ കാര്യങ്ങൾ അദ്ദേഹം രഹസ്യമായിട്ട് സഭയെ സഹായിച്ചിട്ടുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. അതുപോലെ തന്നെ രാജ്യത്തിന് വളരെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. കോയമ്പത്തൂർ പോലുള്ള സിറ്റി പോലും STD സൗകര്യം വരുന്നതിന് മുമ്പ് മാവേലിക്കര STD സൗകര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. ആ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ, ആദ്യമായിട്ട് കേരളത്തിൽ ഒരു 2ാം സ്ഥാനം വഹിക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം നമ്മുടെ സഭയിൽ നിന്നുണ്ടായ അദ്ദേഹമാണ്. അന്ന് ഡൽഹിയിലെ ആൾക്കാർ പറയുന്നത്, നമ്മുടെ ആൾക്കാർ പറയുന്നത്, അവിടെ സൗത്ത് ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യാനായിട്ട് കുറച്ച് BJP ആൾക്കാർ പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ 2ാമതും ജയിച്ചു പോയി, വാജ്പേയിക്കെതിരായിട്ട് ജയിച്ചു പോയി. അത്രയ്ക്ക് ശക്തനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഈ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുതൽ നമ്മുടെ ഗവർണർ ശങ്കരനാരായണനെ അറിയാം. അദ്ദേഹം ഈ കാലത്തെ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതിക്ക് അതീതമായിരുന്നു. സ്റ്റീവൻ സാറിനെ കുറിച്ച് കേന്ദ്രമന്ത്രിയായിട്ടും ഒരു അഴിമതി ആരോപണവും ഇല്ല. ശങ്കരനാരായണ സാറിനെ കുറിച്ച് ഒരു അഴിമതി ആരോപണവും ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സിൽ അവരെപ്പോഴും നിൽക്കുന്നത്. അഴിമതിക്കൊക്കെ അതീതരായിട്ട് നല്ല വാഗ്വിലാസം, അതേപോലെ തന്നെ ജനങ്ങളുമായിട്ട് സമ്പർക്കം. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മീറ്റിങ്ങിന് വന്ന സമയത്ത് പലരുമായിട്ട് സംസാരിച്ചു. പലരും പറയുന്നുണ്ട് മാവേലിക്കരക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസിലൊക്കെ അറിയാൻ വയ്യാത്തതിൽ ഒപ്പിട്ട്, അന്നത്തെ കാലത്ത് മന്ത്രിയുടെ ഒപ്പ് മതിയായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളെ സഹായിക്കാനും സ്നേഹസമ്പൂർണമായ ഒരു ഏത് സ്ഥലത്തിലിരുന്നാലും സ്നേഹസമ്പൂർണമായി വിനീതമായി പ്രവർത്തിക്കാനും അറിയാവുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നത് മാവേലിക്കരയുടെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരത്തെ ദിവന്യാസോസ് തിരുമേനി, ഇപ്പോഴത്തെ നമ്മുടെ വലിയ കാതോലിക്ക ബാവ തിരുമേനി, ഒസ്താത്യോസ് തിരുമേനി, PC അലക്സാണ്ടർ, ഇങ്ങനെ തുടങ്ങി വലിയ മഹാന്മാർ ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇനി പലരും മഹാന്മാരായിട്ട് മഹൽ ചിന്തയുള്ളവരുമുണ്ട്. അത് മാവേലിക്കരയുടെ ഒരു പ്രത്യേകതയാണ്. മാവേലിക്കരക്കാരെ മൊത്തമായിട്ട് ഞാനതിനെ അഭിനന്ദിക്കുന്നു. CM സ്റ്റീഫൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. അദ്ദേഹത്തെ പോലെ സമുദായ സ്നേഹികളും രാജ്യസ്നേഹികളും ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരണം. അതിന് പരസ്പരം നമ്മൾ സഹായിക്കണം. നല്ലൊരു നേതൃത്വ നിര നമുക്കുണ്ടാകണം. ആ നേതൃത്വ നിര ഉണ്ടാകുന്നതിന് ഇതുപോലെയുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ആദരണീയനായ ജസ്റ്റിസ് J. ബെഞ്ചമിൻ കോശിയുടെ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. ആദരണീയനായ ഗവർണർ സംബന്ധിക്കുന്ന സമ്മേളനമായതുകൊണ്ട് സമയബന്ധിതമായി ഈ സമ്മേളനം അവസാനിക്കുന്നതാണ്. തുടർന്ന് അനുഗ്രഹ വചസ്സുകൾക്കായി ബോംബെ ഭദ്രാസനത്തിൻ്റെ അധിപനും MGOCSMൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും മലങ്കര സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബാവാ തിരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങളുടെ സമാരാധ്യനായ ഗവർണറായിട്ട് ശോഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ശങ്കരനാരായണൻ, അഭ്യുന്നയ പിതാക്കന്മാരെ, ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, MLA ശ്രീ രാജു, വേദിയിൽ ഉപരിഷ്ഠരായിരിക്കുന്ന സഭയുടെയും ഇടവകയുടെയും നാടിൻ്റെയും ഉജ്ജ്വല നേതാക്കളെ, വൈദിക ശ്രേഷ്ഠരെ, റമ്പാച്ചന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞിരുന്ന അവസരത്തിൽ
മ്യൂസിയത്തിൻ്റെ ആ ഭാഗത്തൂടെ സൂവിൻ്റെ ഭാഗത്തൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില രാത്രിയിൽ വളരെ ശാന്ത അന്തരീക്ഷത്തിൽ അവിടെ കഴിഞ്ഞിരുന്ന സിംഹങ്ങളുടെ ഗർജനം കേൾക്കാനായിട്ടിടയായിട്ട് ഫസ്റ്റ് ഗിയറിൽ തുടങ്ങും, കുറേ കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഗാംഭീര്യം വർദ്ധിക്കും. മനുഷ്യരിൽ നിന്ന് ആ ശബ്ദം ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ന് ആരെ സ്മരിക്കുന്നുവോ ആ ഘനഗംഭീരനായ ശ്രീ CM സ്റ്റീഫൻ്റെ ശബ്ദം. ബഹുമാനപ്പെട്ട ഗവർണർ അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. കോട്ടയത്ത് മലങ്കര സഭയുടെ ഒരു മഹൽ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ബസേലിയസ് കോളേജിൻ്റെ ഗ്രൗണ്ട് മുഴുവനും തിങ്ങി നിറഞ്ഞ ആളുകളാണ്. ഏലിയ കത്തീഡ്രലിൻ്റെ അന്തരീക്ഷത്തിലാണ് സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത്. അന്നത്തെ പരിശുദ്ധ ഭാവാതിരുമയുടെ അധ്യക്ഷത നടക്കുന്ന സമ്മേളനത്തിൽ അജാനബാഹുവായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് തോളത്തിരുന്ന കുറിയാണ്ടൊക്കെ ഒരു രൂപകൽപ്പന കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ തുടങ്ങി. മലങ്കര സഭയെ ഒരു ഗർജിക്കുന്ന സിംഹമായിട്ട് അദ്ദേഹം വിവക്ഷിച്ചു. പക്ഷെ എല്ലാവരും കണ്ടത് അന്നത്തെ ഒരു ജനനേതാവ്, അൽമായ നേതാവ് അദ്ദേഹത്തിൻ്റെ ഗർജനത്തിൽ കൂടി മലങ്കര സഭയുടെ ആയിരക്കണക്കിന് ആളുകളെ ആവേശം കൊള്ളിക്കുകയും അവരുടെ നാവിൽ നിന്ന് പുതിയ സമർപ്പണത്തിൻ്റെ ശബ്ദവും സഹകരണത്തിൻ്റെ ശബ്ദവും ഉയർത്തുന്നതായിട്ട്. മലങ്കര സഭയ്ക്ക് പ്രത്യേകിച്ചും ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളരെ ആവേശകരമായ രണ്ട് രൂപങ്ങളായിരുന്നു ശ്രീ CM സ്റ്റീഫനും ഡോക്ടർ PC അലക്സാണ്ടറും. അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞങ്ങളെയൊക്കെ നയിച്ച ഡോക്ടർ മത്തേഫിലസ് തിരുമേനി വളരെ ആവേശത്തോടെ ഇവരെ രണ്ടുപേരെക്കുറിച്ചും ആവർത്തിച്ച് പറയുന്നത് അവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും പല അവസരങ്ങളിലും മണിക്കൂറുകൾ സംസാരിച്ചിട്ടുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്മരിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും ബാലജനസഖ്യത്തിൻ്റെയും കോമ്പറ്റീഷനിൽ ഇംഗ്ലീഷ് എലക്യൂഷനിൽ ഡോക്ടർ PC അലക്സാണ്ടർ ഫസ്റ്റ് ആണെങ്കിൽ CM സ്റ്റീഫൻ സെക്കൻഡായിരിക്കും. മലയാളം എലക്യൂഷനിൽ നേരെ തിരിച്ചു വരും. CM സ്റ്റീഫൻ ആയിരിക്കും ഒന്നാമത്, ഡോക്ടർ അലക്സാണ്ടർ രണ്ടാമത്. ഭാഷ രണ്ടുപേരും മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന പല വേദികളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഒരു പ്രാവശ്യം ലണ്ടനിൽ YMCA വെച്ച് നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ PC അലക്സാണ്ടർ അവിടുത്തെ അന്നത്തെ ഹോം സെക്രട്ടറി ഡഗ്ലസ് ഹാഡായിരുന്നെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇങ്ങനെ ഉറ്റുനോക്കുന്ന അവസരത്തിൽ പറഞ്ഞു, while you were pagans, our forefathers were privileged to be great children in the Christendom. അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിരുന്നു പോയി. ഞാനൊരിക്കൽ തേഫലസ് തിരുമേനി പറഞ്ഞ അനുസരിച്ച് തങ്കച്ചായനെ കാണാൻ പോയി. ശ്രീ CM സ്റ്റീഫൻ തങ്കച്ചായനാണ് നമുക്കൊക്കെ. കോട്ടയത്തെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം എവിടെയോ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. തേഫലസ് തിരുമേനി പെട്ടെന്ന് ഒരു സന്ദേശം കൈമാറുവാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയതാണ്. അന്ന് ഞാൻ വൈദികനാണ്. ഏതാനും മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഞാനത് അദ്ദേഹം എങ്ങോട്ട് പോകുന്നു എന്നറിയാനായിട്ട് നോക്കി. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കേന്ദ്രത്തിലെ. പുറത്തേക്ക് ഇറങ്ങിയപ്പം ബാൻസെറ്റ് ആവേശത്തോടെ അദ്ദേഹത്തിന് സല്യൂട്ട് കൈമാറുന്ന കണ്ടു. കേരളത്തിന്, മലങ്കര സഭയ്ക്ക് അഭിമാനകരമായ രൂപം ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയിൽ ഒരു മുഖ്യ പ്രസംഗകനായിരുന്നു. അന്ന് ഉയർത്തിയ ആ ശബ്ദം അന്ന് കേട്ടിട്ടുള്ളവർക്കറിയാം. അദ്ദേഹത്തിന് ഈ സഭയോടുള്ള കൂറ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള മമത, നൽകിയ സന്ദേശങ്ങൾ, വ്യക്തമായ ദിശാബോധം ഒക്കെ. ഇതൊക്കെ ദീർഘമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഗവർണർ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കും. ഡോക്ടർ PC അലക്സാണ്ടറൊക്കെ മഹാരാഷ്ട്രയിൽ വളരെ ഉന്നതനായിട്ട് അംഗീകരിക്കപ്പെട്ടെങ്കിൽ അതേ മാന്യതയും അതേ സ്ഥാനവും
വളരെ ആവേശത്തോടെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മലയാളക്കരയുടെ അഭിമാനിയായ ഈ ഗവർണറെ സ്വീകരിക്കുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു സംഗതിയാണ്. എല്ലാ ജാനുവരി 26-ാം തീയതി ഈ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്ത് കഴിഞ്ഞ് ആ പെരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ്. ഞാൻ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണെങ്കിലും ഞാൻ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ബോംബെയിൽ ബഹുമാനപ്പെട്ട ഗവർണർ നൽകുന്ന സൽക്കാരത്തിൽ, റിപ്പബ്ലിക് ഡേയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും മലങ്കര സഭയെയും മലയാളക്കരയെയും പ്രതിനിധീകരിക്കുവാനും ഞാൻ പോകാറുണ്ട്. അവിടെ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ ബഹുമാനപ്പെട്ട ഗവർണറെ എത്രമാത്രം ആദരവോടുകൂടി, എത്രമാത്രം താല്പര്യത്തോടുകൂടി, എത്രമാത്രം അനുഗ്രഹം വാങ്ങിക്കാനെന്നുള്ള മട്ടിൽ ആവേശത്തോടെ നിൽക്കുന്നത് എന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ബഹുമാനപ്പെട്ട ഗവർണറുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട് കാണും, മലങ്കര സഭയ്ക്ക്, മലയാളികൾക്ക് മഹാരാഷ്ട്രയിൽ എപ്പോഴും വളരെ ഉന്നതമായിട്ടുള്ള, വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അവകാശവും നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിരാജിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാനായിട്ട് സാധിക്കും. ഞാൻ വളരെ ദീർഘമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശ്രീ CM സ്റ്റീഫൻ വളരെ ഉന്നതമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഭാരതത്തിൽ നിന്ന് കോൺഗ്രസ് പരിപൂർണമായിട്ട് തുടച്ച് നീക്കപ്പെടുകയാണോ എന്ന് ഭയപ്പെടുന്ന ഒരവസരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 2 കരങ്ങളും കൂച്ചിക്കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണോ എന്ന് ഭയപ്പെട്ട അവസരത്തിലാണ് ശ്രീ CM സ്റ്റീഫൻ പ്രതിപക്ഷ നേതാവായത്. ദിശാബോധത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങോട്ട് നീക്കണം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ശബ്ദം കൈമാറിയ ആ ഉന്നതനായിട്ടുള്ള വ്യക്തിയെ ഈ കൊച്ചു സമ്മേളനം വഴി അല്ല, ഈ വലിയ സമ്മേളനം വഴി ആദരിക്കുകയും അംഗീകരിക്കുകയും ഈ നാടിന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു വ്യക്തിത്വം. തങ്കച്ചായനും തങ്കമ്മ കൊച്ചമ്മയും കൂടി ജീവിതം നയിച്ച ഒരു കഥയുണ്ട്. അത് ഈ നാട്ടുകാർക്ക് കുറച്ച് പേർക്കൊക്കെ എങ്കിലും അറിയാമായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ പലവിധത്തിലുള്ള വെല്ലുവിളികൾ ഉയരുമ്പോഴും ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യങ്ങളോടുകൂടി കുടുംബജീവിതം നയിക്കുവാനായിട്ട് കൽപ്പ് ആർജിച്ച ആ വ്യക്തിത്വം അനുഗ്രഹകരമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാനും സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഈ ഉന്നത വ്യക്തിയെ നമ്മൾ ആദരിക്കുമ്പോൾ പുതിയ മാനങ്ങൾ കണ്ടെത്തുവാനും മലങ്കര സഭയ്ക്കും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനും പുതിയ ദിശാബോധം ഉണ്ടാകുവാനും അത് സഹായിക്കട്ടെ. ചിന്തിക്കുവാനും ചിന്തയ്ക്കും വളരെ വ്യക്തമായ ദർശനത്തിനും അനുസരിച്ച് നാടിനെ നയിക്കുവാൻ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ, ആധ്യാത്മിക തലങ്ങളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഊർജ്ജവും അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശവുമാണ് ആ നാവിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. അത് കേൾക്കുവാനും അതിനനുസരിച്ച് പ്രതികരിക്കുവാനും, പ്രത്യേകിച്ചും മലങ്കര സഭയുടെ രാഷ്ട്രീയ മേഖലയിലുള്ള വിലപ്പെട്ട സംഭാവനകളുടെ ചടകുടഞ്ഞുള്ള ഒരു പുതിയ കാലഘട്ടമായി ഈ സമ്മേളനം സഹായകരമായി ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഇതിനവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തോത്രം ചെയ്തും സംഘാടകരോട് നന്ദി പറഞ്ഞും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി അതീവ ശ്രദ്ധയോടെ മാവേലിക്കര ഭദ്രാസനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന, ഈ സമ്മേളനത്തിന് വേണ്ട ഊർജവും നേതൃത്വവും നൽകുന്ന ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ അനുഗ്രഹ വാക്കുകൾക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചരിത്ര സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ട മഹാരാഷ്ട്ര ഗവർണർ ആദരണീയനായ ശ്രീ കെ ശങ്കരനാരായണൻ അവറുകൾ, അഭിനന്ദനായ കൂർലോസ് തിരുവേനി, അഭിനന്ദനായ തിമോത്തിയോസ് തിരുവേനി, മുഖ്യ സന്ദേശം നമുക്ക് നൽകിയ ആദരണീയനായ ജസ്റ്റിസ് ബെഞ്ചമിൻ ഘോഷി അവറുകൾ, ഈ സമ്മേളനത്തിൽ ഇനി ആശംസകൾ അറിയിക്കാനുള്ള
റാന്നിയിൽ അധിക സമയം ചെലവഴിക്കുന്ന എൻ്റെ അയൽവാസിയും പ്രിയങ്കരനുമായ എൻ്റെ MLA ശ്രീ രാജു എബ്രഹാം അവറുകൾ, സഭ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ആൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി, ഈ സമ്മേളനത്തിൻ്റെ മുഴുവനും ചുക്കാൻ പിടിച്ച് ഇതിനു വേണ്ട എല്ലാ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ, ഈ ഇടവകയുടെ വികാരി, ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട D. ഗീവർഗീസ് അച്ഛൻ, സഹവികാരി അച്ഛൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, ഭദ്രാസനത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഈ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഈ സമ്മേളനം ഈ വിധത്തിൽ ക്രമീകൃതമായി നടത്തുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ 2-3 ആഴ്ചയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രാസനത്തിൻ്റെ വിവിധ ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരും വിവിധ നിലയിൽ ഇതിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമേ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വന്യരായ റംബാച്ചന്മാരെ, വിശിഷ്ടാതിഥികളെ, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെയും സഭയുടെയും വിവിധ ഭാഗങ്ങൾ വന്നുചേർന്നിട്ടുള്ള വിശ്വാസികളുടെ സമൂഹമേ, മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇഹലോക ജീവിതം വെടിഞ്ഞ ശ്രീ CM സ്റ്റീഫനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അനേകർ ഈ വേദിയിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നിശ്ചല ശരീരം കാണുന്നതിനുള്ള അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. 1984 ഇടുക്കിയിൽ വെച്ച് നിര്യാതനായ ശ്രീ CM സ്റ്റീഫൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയം പട്ടണത്തിൽ വന്ന് തിരുനക്കര മൈതാനിയിൽ അവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ച സമയത്ത് കോട്ടയം വൈദിക സെമിനാരിൽ അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും അവിടെ ചെന്ന് പ്രാർത്ഥനയും മറ്റും അർപ്പിച്ചത് ഈ തരുണത്തിൽ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. അല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട സ്മരണകളൊന്നും എനിക്കില്ല. ശ്രീ CM സ്റ്റീഫൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തെപ്പറ്റി ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വേദിയിൽ എനിക്കും പ്രസംഗിക്കണമെന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ ഞാനൊക്കെ ഒന്ന് വായിച്ചു നോക്കി. 1918 ശ്രീ CM സ്റ്റീഫൻ പൂജാതനാകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിനെ മറ്റൊരു ചിന്ത കടന്നു വന്നത്, അല്പം ചരിത്രമൊക്കെ പണ്ട് പഠിച്ചത് ഓർമ്മയിൽ വന്നു. 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോകമഹായുദ്ധം നടന്നത്. ഒന്നാം ലോകമഹായുദ്ധം 1918 നവംബർ മാസത്തിൽ അവസാനിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. 1918 ഡിസംബർ മാസത്തിലാണ് 23-ാം തീയതിയാണ് ശ്രീ CM സ്റ്റീഫൻ പൂജാതനാകുന്നത്. ഞാൻ മനസ്സിൽ കരുതി, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന് ഒരു മൊഴിയുണ്ടല്ലോ. ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ടായ വെടിയൊച്ചകൾ അന്ന് കേരളത്തിൽ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞുള്ള ആ വെടിയൊച്ചകളുടെ അന്തരീക്ഷത്തിലാണ് ശ്രീ CM സ്റ്റീഫൻ എന്ന് പറയുന്ന മഹാമേരു ഈ കൊച്ചു കേരളത്തിൽ പൂജാതനാകുന്നത്. അദ്ദേഹം ജനിച്ചത് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. ഡിസംബർ 25 വലിയ നക്ഷത്രത്തിൻ്റെ ഉദയമാണ്, ക്രിസ്മസ് ദിവസമാണ്. വലിയ നക്ഷത്രത്തിൻ്റെ ഉദയത്തിന് മുമ്പ് ഉദിച്ച ഒരു വെള്ളി നക്ഷത്രമായിട്ടാണ് ശ്രീ CM സ്റ്റീഫനെ എൻ്റെ മനസ്സിലപ്പോൾ എനിക്ക് തിളങ്ങി വന്ന ഒരു ചിന്ത. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെയുണ്ട്. പല ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ലഭ്യമാണ്. എനിക്ക് ശ്രദ്ധേയമായ ഒരു ചിത്രമുണ്ട്. ഞാൻ ആ ചിത്രത്തിൽ നോക്കിയപ്പോൾ പിറകിലേക്ക്
നീട്ടി വളർത്തി ഒതുക്കി ചീകിയ മുടി, നല്ല വീതിയുള്ള ഉയർന്ന നെറ്റിത്തട, ഒപ്പം തന്നെ നല്ല വീതിയുള്ള കറുത്ത കണ്ണാടി വെച്ചുള്ള മുഖം, ചുളിവുകൾ വീഴാത്ത ഒരു മുഖത്തിൻ്റെ ഉടമ, നല്ല അലക്കി വെളുപ്പിച്ച ജുബായും മുണ്ടും വേഷം, ഒപ്പം തന്നെ കറുത്ത കരയുള്ള ഒരു ചെറിയ നേരിത ഒരു ഷാള് കഴുത്തിൽ ചുറ്റിയിരിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷവിധാനം. ഈ മഹാമനുഷ്യൻ ഈ മാവേലിക്കര മണ്ണിൻ്റെ അഭിമാനപുത്രനാണ്. അല്ല, മലങ്കര സഭയുടെ അഭിമാനപുത്രനാണ്. അല്ല, അദ്ദേഹം ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും അഭിമാനപുത്രനായി വളർന്നു. മാവേലിക്കരയുടെ മണ്ണിന് പുതിയകാവ് സെൻറ്റ് മേരീസ് പള്ളിക്ക് ഒത്തിരി കാര്യങ്ങളിൽ അഭിമാനിക്കാനും അവകാശമുണ്ട്. ആധ്യാത്മിക രംഗത്ത് ഇന്നത്തെ പരിശുദ്ധ വലിയ ഭാവതിരുമേനി ഉൾപ്പെടെയുള്ള എത്ര മേലധ്യക്ഷന്മാരെ സഭയ്ക്ക് സംഭാവന ചെയ്ത ദേവാലയമാണിത്. എത്ര വൈദിക ശ്രേഷ്ഠരെ സംഭാവന ചെയ്ത ദേവാലയമാണിത്. ഡോക്ടർ പി.ടി.സി. അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള എത്ര സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രദാനം ചെയ്ത ദേവാലയമാണ്. ഈ ദേവാലയത്തിന് അഭിമാനിക്കാം, മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാം. ഇവിടെ മുമ്പ് പലരും പറഞ്ഞതുപോലെ കറതീർന്ന രാജ്യസ്നേഹത്തിൻ്റെയും കറതീർന്ന രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും ഉടമയും അവകാശിയുമായിരുന്നല്ലോ ശ്രീ C.M. സ്റ്റീഫൻ. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ ഇന്നും നാം ആദരപൂർവ്വം ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും ഈ മഹാസമ്മേളനം ഇവിടെ കൂടുന്നതിന് ഇടയായതും. ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധ ബാവതിരുമേനിയുടെ ഓർപ്പിച്ചതുപോലെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ സമകാലീനോ ഒക്കെ ആയിരുന്ന ശ്രീ C.M. സ്റ്റീഫൻ ആ ആദരണീയ പുരുഷനെ വീണ്ടും അനുസ്മരിക്കുക. എന്നാൽ യുവതലമുറയ്ക്ക് ഇങ്ങനെ ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് കാട്ടിക്കൊടുക്കുന്നതിനും ആ ജീവിതത്തിൽ നിന്നും ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നേതാക്കന്മാരെ സഭയ്ക്കും സമൂഹത്തിനും രാജ്യത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ പ്രദാനം ചെയ്യുന്നതിനും ഈ സമ്മേളനം മുഖാന്തരമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ സമ്മേളനം അർത്ഥവത്തായിത്തീരും. സഭയുടെ ഈ പുതിയ നേതൃസ്മൃതി പദ്ധതിക്ക് ആവിഷ്കരിച്ച ഡോക്ടർ ജോർജ് ജോസഫിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇതിന് അനുവാദം നൽകി ഇതിലേക്ക് സുധീരമായ നേതൃത്വം നൽകുന്ന പരിശുദ്ധ കാതോലിക്ക ബാവതിരുമേനിയോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. മലങ്കര സഭയിൽ മറഞ്ഞു കിടക്കുന്ന മാണിക്യരത്നങ്ങളെ വെളിപ്പെടുത്തുന്നതിന് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ മുഖാന്തരമായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനങ്ങൾ ഇതുപോലെയുള്ള ഒരു സമ്മേളനമായിട്ടും ഒരു പ്രസംഗമായിട്ടും മാത്രം അവസാനിക്കാതെ ഒരു തുടർ പഠനവേദിയായി സഭയുടെ യുവജന പ്രസ്ഥാനത്തിലെങ്കിലും ഒരു തുടർ ചർച്ചയും പഠനവേദിയുമായിട്ട് രൂപപ്പെടുത്തുന്നുവെങ്കിൽ അനേകം യുവതീ യുവാക്കന്മാർ ഇതിൽ നിന്നും പുതിയ ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സേവനത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് എൻ്റെ ആശയം. പരിശുദ്ധ സഭ ഈ മാണിക്യരത്നത്തെ വീണ്ടും ലോകമുമ്പാകെ ആദരപൂർവ്വം കാണിക്കുന്ന ഈ സമയത്ത് മലങ്കര സഭയുടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി നിർവഹിച്ച ശ്രേഷ്ഠമായ എല്ലാ കാര്യങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. മാവേലിക്കര ഭദ്രാസനം ഈ ഭദ്രാസനത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ഈ സമ്മേളനം ഈ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാടും ജന്മദേശവും ജന്മ ഇടവകയുമായ പുതിയകാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തത്തക്ക വിധം പരിശുദ്ധ ബാവതിരുമേനി കൊണ്ടും സഭാ സെക്രട്ടറിയും മറ്റു കേന്ദ്രത്തിൻ്റെ എല്ലാ ആളുകളും അത് ആഗ്രഹിച്ചു. ആ വിവരം മാവേലിക്കര ഭദ്രാസനത്തെ അറിയിച്ചു. ഭദ്രാസനത്തിലെ വൈദികർ, ഭദ്രാസന കൗൺസിൽ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഇടവകയുടെ പ്രതിനിധികൾ, ചുമതലക്കാർ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ ആഗ്രഹവും ആശയവും അറിയിച്ചപ്പോൾ
അതിനുവേണ്ട എല്ലാ കൈത്താങ്ങലും തന്ന ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാവേലിക്കരുടെ ഇടയൻ്റെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. കേരള നിയമസഭയിൽ യുവനേതാക്കളിൽ നിലപാടുകൾ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടിയ MLA ശ്രീ രാജു എബ്രഹാം സ്മൃതിയുടെ വാക്കുകൾ അർപ്പിക്കുന്നു. ഏറ്റവും അഭിവന്ദനായ കാതോലിക്ക ബാവ തിരുമേനി, ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, ഏറ്റവും പ്രിയപ്പെട്ട തിരുമേനിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട MG ജോർജ് മുത്തൂറ്റ്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ കൂടിയായ ഡോക്ടർ ജോർജി, മറ്റ് വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കോശി, പ്രിയപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട കൊന്നത്തച്ഛൻ, മറ്റ് പ്രിയമുള്ളവരെ, CM സ്റ്റീഫൻ എന്ന വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. സത്യത്തിൽ ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ച മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിനെ, പ്രത്യേകിച്ചും ആ ചടങ്ങിന് അൽമായ നേതൃസ്മൃതി എന്ന് പേരിട്ടുകൊണ്ട് സഭയുടെ പ്രവർത്തനത്തിന് വലിയ സംഭാവനകളും സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ യശസ് ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത മഹൽ വ്യക്തികളെ ആദരിക്കുക എന്ന് ഉള്ള ഒരു പുതിയ പന്താവിലൂടെയുള്ള ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും സഭാ കമ്മിറ്റി, ആ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തത്. കോട്ടയത്താണ് ആദ്യത്തെ ചടങ്ങ് നടന്നത്. നമ്മുടെ പൂർവികരെ ആദരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. പലരും പിന്നോട്ട് നോക്കാറില്ല. പിമ്പിലേക്ക് നോക്കുന്നവർക്ക് മാത്രമേ മുന്നോട്ട് ദീർഘദൃഷ്ടിയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പോകാൻ കഴിയൂ. ഇത് ആവിഷ്കരിച്ച അഭിവന്ധ്യ കാതോലിക്ക ബാവ തിരുമേനി, അതുപോലെ തന്നെ ജോർജ് MG ജോർജ് മുത്തൂറ്റ് തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികൾ കേരളത്തിന് തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. VK കൃഷ്ണമേനോന് ശേഷം രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കേരളത്തിൻ്റെ എല്ലാ മഹത്വവും ഉയർത്തിപ്പിടിച്ചത് CM സ്റ്റീഫനാണ്. ഒരു ദീർഘകാലത്തിന് ശേഷമാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. ഇവിടെ ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ ഉജ്ജ്വലമായ പ്രസംഗം. ഇവിടെ ഗവർണർ പറഞ്ഞു, പോസ്റ്റർ ഒട്ടിച്ചാൽ ആള് കൂടും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആഴമേറിയ പഠനം, അദ്ദേഹത്തിൻ്റെ വായന, ജന്മസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കഴിവ്, അതെല്ലാം ഉള്ളതുകൊണ്ടാവാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ട് ഉയരുക, കേരളത്തിലെ ഏറ്റവും മികച്ച വാഗ്മിയായിട്ട് ഉയരുക, കേന്ദ്രത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് മാറുക, ഓർത്തഡോക്സ് സഭയുടെ താല്പര്യങ്ങൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഉയർത്തിപ്പിടിക്കാൻ തൻ്റെ കഴിവുകളും പദവികളും ഉപയോഗിക്കുക, അങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ്. കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് STD സംവിധാനം കൊണ്ടുവരാൻ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്.
നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ മാറ്റമുണ്ടാക്കി. പിന്നീട് കമ്മ്യൂണിക്കേഷൻ രംഗം നമുക്കറിയാം, സാം പിട്രാദോ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വന്നതിന് ശേഷമാണ് വേറെ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പരമ്പരാഗതമായ രീതികളിൽ നിന്നും വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ, ഗ്രാമങ്ങളെ മുഴുവൻ രാജ്യ തലസ്ഥാനവുമായി ബന്ധപ്പെടുത്താനും എല്ലാം കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രിയങ്കരനായ CM സ്റ്റീഫന് കഴിഞ്ഞു. ഇത്തരം ഓർമ്മകൾ എല്ലാം പുതിയ തലമുറയുമായി പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ഉത്തമ വേദിയാണ് ഈ സ്മൃതി, ഈ അൽമായ നേതൃസ്മൃതി എന്ന ചടങ്ങ്. അതാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഗത്ഭർ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പുതിയ തലമുറയുടെ മുമ്പിലേക്കാണ് എത്തിയത്. CM സ്റ്റീഫനെ പറ്റി കേൾക്കാത്ത ആളുകൾ നാളെ അദ്ദേഹത്തോട് ആദരവും ബഹുമാനത്തോടു കൂടിയും പെരുമാറും. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ തിരുമേനി കൂടിയായ നിക്കോദിമോസ് തിരുമേനി കഴിഞ്ഞ ദിവസവും ഈ ചടങ്ങിൻ്റെ, ഈ സഭ സംഘടിപ്പിച്ച ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം എന്നോട് വിശദീകരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക ബാവ തിരുമേനി, ആ തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശോഭയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ശ്രീ രാജു എബ്രഹാമിൻ്റെ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. സഭയുടെ ശക്തനായ ആത്മായ നേതാവ്, അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് സ്മൃതിയുടെ വാക്കുകൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നമ്മളെ സ്വല്പം നേരത്തെ മുന്നേ ഇവിടെ നിന്ന് ഇനോഗ്രേഷൻ നടത്തിപ്പോയ ബഹുമാന്യനായ ഹിസ് എക്സലൻസി ശങ്കർ നാരായണൻ മഹാരാഷ്ട്ര ഗവർണർ, കീനോട്ട് അഡ്രസ് തന്ന ജസ്റ്റിസ് J. ബെഞ്ചമിൻ കോശി, ബോംബെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത ഹിസ് ഗ്രേസ് ഡോക്ടർ ഗിയൂരീസ് മാർ കൂറിലോസ്, റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ്, രാജു എബ്രഹാം MLA, ഫാദർ D. വർഗീസ്, വികാർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പുതികാവ്, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ശ്രീമാൻ G. കോശി കുണ്ടുപറമ്പിൽ, സെക്രട്ടറി കത്തീഡ്രൽ പുതിയകാവ്, ഇതിൻ്റെ ട്രസ്റ്റി അവറുകൾ, ഫാദർ ജേക്കബ് ജോൺ ഡയസിൻ സെക്രട്ടറി, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരുമേ, അഭിമന്യ വൈദിക ശ്രേഷ്ഠരെ, വന്യ റംബാന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യനായ CM സ്റ്റീഫൻ്റെ കുടുംബാംഗങ്ങളിൽ പ്രധാനപ്പെട്ട ആളായ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ, സഭയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ പോൾ മാത്യു, അദ്ദേഹം പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ട് അദ്ദേഹം എലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് അതേ വർഷം തന്നെ സഭയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രത്യേക സംഗതി കൂടി അദ്ദേഹത്തെ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളിവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുതിയകാവൽ പള്ളിയിൽ നിന്നും മറ്റ് നമ്മുടെ ഇടവുകളിൽ നിന്നും ഈ മീറ്റിങ്ങിലേക്ക് വന്ന എല്ലാവരുമേ, അഭിവന്യ കോറപ്പീസ്കോപ്പ അച്ഛൻ, മീഡിയ അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് പറയാനുള്ള പോയിൻ്റൊക്കെ എനിക്ക് മുന്നേ പറഞ്ഞവരെല്ലാം പറഞ്ഞു, അതൊരു വലിയ പ്രശ്നമാണ് എനിക്ക്. സാധാരണ അവസാനം പറയാൻ വരുമ്പോൾ പറഞ്ഞു കൊണ്ടുവന്ന പേപ്പർ എല്ലാം ആളുകൾ പറഞ്ഞു തീർന്നു. പിന്നെ ഇവിടെ റിപ്പീറ്റേഷനും പാടില്ലെന്നുള്ളത് ഒരു സത്യവുമാണ്. അപ്പോൾ ഞാൻ എന്തുവാ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ അറിയാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ
ഞാൻ സ്വല്പം ഒന്ന് മാറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കുകയാണ് ഞാൻ. ഒന്നാമത്, എനിക്ക് വലിയ അഭിമാനമാണ് ഈ പുതിയകാവ് പള്ളിയിൽ വരുന്നതും ഈ കത്തീഡ്രൽ വരുന്നതും മാവേലിക്കര വരുന്നത് തന്നെ. അതിന് പ്രത്യേക കാരണം ഇപ്പം എനിക്ക് മുന്നേ പറഞ്ഞ തിരുമേനി അങ്ങ് പറഞ്ഞു തീർത്തു. എങ്കിലും എനിക്ക് 2-3 പേരെ കൂടെ ഓർമ്മിക്കാനുണ്ട്. മാവേലിക്കരയുടെ ഏറ്റവും വലിയ സംഭാവന ഇപ്പോഴത്തെ ജീവിക്കുന്ന പരിശുദ്ധനായ നമ്മുടെ വലിയ ബാവയും പത്തനാപുരം കാട്ടുപത്തനാപുരത്തിനെ നാട്ടുപത്തനാപുരവും ഇതുപോലൊരു വലിയ പ്രസ്ഥാനവുമാക്കിയ ചെങ്ങന്നൂരെ സുപ്രധാനപ്പെട്ട പൂവത്തൂർ കുടുംബത്തിൻ്റെ മാവേലിക്കര ശാഖയായ കല്ലുംപുറത്തെ തിരുമേനി ദീവന്യാസോസ് തിരുമേനി, മൂന്നാമത് ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ സംഭാവനയായ മിഷനറി പ്രവർത്തനത്തിൻ്റെ സംഭാവനയായ ഒസ്താത്യോസ് തിരുമേനി, പിന്നെ പതുക്കെ പറഞ്ഞാൽ നമ്മുടെ സഭയിലെ തിരുമേനി ആയിട്ട് നമ്മളെ വിട്ടുപോയ ഈവാനിയോസ് തിരുമേനിയും ഇവിടുന്ന് തന്നെയാണ് ജനിച്ചത്. ഇങ്ങനെ 4 പ്രഗത്ഭരായ തിരുമേനിമാർ. പ്രഗത്ഭരായ അൽമായ നേതാക്കളെ പറ്റി പറയുമ്പോൾ തീർച്ചയായും ശ്രീമാൻ CM സ്റ്റീഫൻ അതിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട്. അത് ഞാൻ ഇനി വ്യക്തമായിട്ട് പറയേണ്ട റിപ്പറ്റീഷനാണ്. രണ്ടാമത്, ഡോക്ടർ PC അലക്സാണ്ടറിനേക്കാൾ മുൻപിൽ ഞാൻ ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മിസ്റ്റർ ജേക്കബ് കുര്യൻ പടിഞ്ഞാറേ തലയ്ക്കൽ. നമ്മുടെ ത്രിമൂർത്തികളായിട്ട് പ്രവർത്തിച്ച മാമ്മൻ മാപ്പിള, ഇലഞ്ഞിക്കൽ EJ ജോൺ വക്കീൽ, MA ചാക്കോ പോലീസ് കമ്മീഷണർ കൊച്ചി, പിന്നീട് OM ചെറിയാൻ, പിന്നീട് വന്ന ആള് ജേക്കബ് കുര്യൻ. ആ 3 ത്രിമൂർത്തികളുടെ നേരെ താഴെയുള്ള 2 ബഹുമാന്യരായ അൽമായ നേതാക്കളാണ്. അതുപോലെ ഇവിടെ പറയുമ്പോൾ അൽമായ നേതാക്കന്മാരെ പറയുമ്പോൾ തീർച്ചയായിട്ടും മാവേലിക്കരെ പറ്റി പറയുമ്പോൾ ഒരു അനിഷേധ്യ നേതാവും നമുക്ക് എല്ലാ അഭിമാനവുമായിരുന്ന ശ്രീമാൻ CM സ്റ്റീഫനെ പറ്റി എനിക്ക് ഓർക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഞാൻ 41 വർഷമായിട്ട് ഡൽഹി താമസിക്കുന്ന ആളും വന്നും പോയും പകുതി സമയം കേരളത്തിലും പകുതി സമയം ഡൽഹിയിലിരിക്കുന്ന ആള്, ഞാൻ നേരിട്ട് അനുഭവിച്ച 1-2 കാര്യം പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ എമർജൻസി ഡിക്ലെയർ ചെയ്ത് മിസസ് ഗാന്ധി സകലരായാലും വെറുക്കപ്പെട്ട് സകലരായാലും മറന്നുപോയി നടന്ന ഒരു സമയത്ത് ശ്രീമാൻ മിസസ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ഹരിയാനയിലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് വന്ന് അവിടെ നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മാഡത്തിൻ്റെ അഡ്വൈസറായ അഡ്വക്കേറ്റ്, കൂടെ നിന്ന ഏക അഡ്വക്കേറ്റ് ചെവിയിൽ പോയി പറഞ്ഞു, മാഡം ഈവനിങ്ങിൽ ഈ ഡൽഹിയിൽ നിന്ന് വേറൊരു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെയല്ല. അവിടെ കൊണ്ടുപോയി എന്താ ചെയ്യാനെന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രതിപക്ഷം ഭരണപക്ഷത്തിൽ വന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയെ സകലരും മറന്നുപോയ സമയത്ത് ആ മഹിള കൊണ്ടുപോയി പ്രയാസപ്പെടുത്താനായിട്ട് ഒരു ജയിൽവാസം പോലെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ച് ഹരിയാനയിലെ ഒരു ടൂറിസം കേന്ദ്രത്തിൽ അവിടെ വെച്ച് ട്രെയിൻ വന്നപ്പോൾ മിസസ് ഗാന്ധി ശക്തിയായിട്ട് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാനൊക്കെയല്ലെന്ന്. കാർ അവിടെ U-ടേൺ എടുത്ത് തിരിച്ച് ഡൽഹിയിൽ വന്നു. അത് കഴിഞ്ഞുള്ള സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടി തോറ്റിരിക്കുമ്പോൾ, നമുക്ക് മിസസ് ഗാന്ധി പോലും തോറ്റിരിക്കുമ്പോൾ ശ്രീമാൻ CM സ്റ്റീഫൻ ജയിച്ചു വന്ന ലോക്സഭാ മെമ്പർ, അതിശക്തനും അതികായകനുമായ നമ്മുടെ കോൺഗ്രസിൻ്റെ ശബ്ദമായ CM സ്റ്റീഫനെ മാഡം ഇന്ദിരാഗാന്ധിയും അന്ന് വർക്കിംഗ് കമ്മിറ്റി എല്ലാം കൂടെ തീരുമാനിച്ച് ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷത്തിൻ്റെ നേതാവുമായിട്ട് CM സ്റ്റീഫൻ അവരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മുടെ കോൺഗ്രസിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവി തിരുത്തപ്പെട്ടു. ആ 3 വർഷത്തെ കാലയളവിൽ വന്ന പ്രതിപക്ഷം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ CM സ്റ്റീഫൻ്റെ പ്രവർത്തനവും പ്രസംഗങ്ങളും ആ ലോക്സഭയെ പിടിച്ചു കുലുക്കി. മിസസ് ഗാന്ധി വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ബഹുമാനനായ CM സ്റ്റീഫനാണ്. കൂടെ AP ശർമ്മയും
ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് CM സ്റ്റീഫൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അനേക നേതാക്കൾ വിട്ടുപോയി തിരിച്ചു വന്നു. ഒരു വലിയ കാരണം അദ്ദേഹം തന്നെ ആയിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ നിക്കോദീമോസ് തിരുമേനി കേട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൺമുമ്പിലും ചെവിയിൽ കേട്ട പ്രസംഗമാണ്. സപ്തതിക്ക് കോട്ടയത്ത് വെച്ച് നടത്തിയ പ്രസംഗം ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങിയിരിക്കുകയാണ്. സിംഹത്തിൻ്റെ ഗർജനം പോലെ അവിടെ നിന്ന് സംസാരിച്ച ശ്രീമാൻ CM സ്റ്റീഫൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളവർ പ്രസംഗം എഴുതി വെച്ചാൽ അവിടെ പോകുമെന്ന് പറഞ്ഞതിന് യാതൊരു അതിശയവുമില്ല. അനേക പ്രസംഗങ്ങൾ കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഗതി കോൺഗ്രസിനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. മിസസ് ഗാന്ധിക്ക് ശബ്ദമില്ലായിരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ശബ്ദമായിട്ട് പ്രവർത്തിച്ചു, രാജ്യത്തിൻ്റെ ശബ്ദമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് CM സ്റ്റീഫനെ പറ്റി എനിക്ക് ഒന്നാമത് പറയാനുള്ള കാര്യം. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററായി. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ടെലിഫോൺ ഈസ് എ ലക്ഷറി. ടെലിഫോൺ ഈസ് എ ലക്ഷറി, ഇറ്റ് ഈസ് നോട്ട് എ നെസസിറ്റി എന്ന് പറഞ്ഞാൽ അന്നൊരു ടെലിഫോൺ പോലും കിട്ടാൻ പ്രയാസമായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്യാനുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി മാവേലിക്കര വരെ STD ആക്കിയെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിൽ STD ആക്കി. പക്ഷേ അന്ന് ഇവിടെ പറഞ്ഞ പോലെ സാം പിട്രോഡ എന്ന് പറഞ്ഞ ആൾ രാജീവ് ഗാന്ധിയോട് ചേർന്നിട്ടില്ല. ഈ രാജ്യത്തിനെ ചേഞ്ച് ചെയ്ത് രാജീവ് ഗാന്ധിയും സാം പിട്രോഡയും കൂടെ ചേർന്നാണ് ഇന്നത്തെ കാണുന്ന ഇലക്ട്രോണിക്സും IT എല്ലാം നമ്മളെ ലോകത്തിൽ മുന്നേ കൊണ്ടുപോയത്. അപ്പോൾ ശ്രീമാൻ CM സ്റ്റീഫൻ്റെ കാലത്ത് നമ്മുടെ ഏത് ആവശ്യങ്ങൾ ചെന്ന് സഭയുടെ കാര്യങ്ങൾ പറഞ്ഞാലും തിരുമേനിമാരും എന്ന് പറഞ്ഞാലും തിരുമേനിമാരുടെ പ്രശ്നം സെൻട്രലാണെങ്കിൽ സെൻട്രലിൽ, സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റിൽ അവതരിപ്പിക്കാൻ ധൈര്യവും, അദ്ദേഹം എവിടെ പ്രസംഗിച്ചതും ധൈര്യമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൺവിൻസിങ് ആണ്. ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദം പറയുമ്പോൾ അതിന് കൺവിൻസിങ് പവറുണ്ട്. കേൾക്കുന്ന ആളുകൾ വളരെ ഇളകിമറിയുന്നെന്ന് പറയുന്നത് അതിൻ്റെ കാരണം അദ്ദേഹം പിൻ പോയിന്റഡായി സംസാരിക്കും. ഒന്നാമത് ഇത് പറഞ്ഞിട്ട്, രണ്ടാമത് ഈ മാവേലിക്കര സൃഷ്ടിച്ച ഇത്ര വലിയ ആളുകൾ, അൽമായ നേതാക്കളും ആത്മീയ നേതാക്കളും. ഈ അൽമായ നേതാക്കളിൽ രണ്ടുപേരെ പറ്റി പറയുന്നത് ഡോക്ടർ അലക്സാണ്ടറും CM സ്റ്റീഫനും. രണ്ടുപേരും മിസസ് ഗാന്ധിയുടെ വലത്തും ഇടത്തുമായി. ഒരാൾ രാഷ്ട്രീയമായിട്ട് അങ്ങേ അറ്റത്ത് പോയി, മറ്റേയാൾ അഡ്മിനിസ്ട്രേഷനിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ നാടിൽ നിന്നുണ്ടായ ഡോക്ടർ PC അലക്സാണ്ടർ. എനിക്ക് തീർച്ചയാണ് അൽമായ നേതാക്കളെ ആദരിക്കുമ്പോൾ ഇനിയുമുള്ള ജോൺ വക്കീൽ, ഇനിയുള്ള MA ചാക്കോ പോലീസ് കമ്മീഷണർ, OM ചെറിയാൻ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ജേക്കബ് കുര്യൻ, ഇതേ സ്ഥലത്തുള്ള ആളുകൾ, ഡോക്ടർ PC അലക്സാണ്ടർ, ഇവരെ തീർച്ചയായിട്ടും ഈ സഭ ആദരിക്കുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അത് ഞങ്ങളുടെ കമ്മിറ്റിയിൽ തീർച്ചയായിട്ടും അവതരിപ്പിച്ച് അവരവരുടെ മരണസമയം ഡോക്ടർ PC ശ്രീമാൻ CM സ്റ്റീഫൻ ഈ ലോകം വിട്ടത് 16-ാം തീയതിയാണ്. പക്ഷേ 16-ാം തീയതി ഒരു സാറ്റർഡേ അല്ലാത്തതുകൊണ്ടാണ് ഇന്ന് 18-ാം തീയതി തിരിഞ്ഞെടുത്തത്. ആളുകൾക്ക് പ്രയാസമുള്ളതുകൊണ്ട് ഈ ശനിയാഴ്ച 2 ദിവസം കഴിഞ്ഞു. അദ്ദേഹം ജനിച്ചത് ഡിസംബർ 28-നാണ്. മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ 28-ന് ജനിച്ച ആള് ഏകദേശം ഒരു മാസത്തിന്, 23-ന് ജനിച്ച ആള് ഏകദേശം ഒരു മാസത്തിനകം നമ്മളെ വിട്ടുപിരിഞ്ഞു. ഡോക്ടർ CM സ്റ്റീഫൻ്റെ മരണം വാസ്തവത്തിൽ വളരെ 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 ദുഃഖത്തോടു കൂടിയാണ് നമ്മുടെ ഇന്ത്യയും കേരളവും നമ്മുടെ സഭയും അന്ന് കേട്ടത്. പിന്നീട് ഒരു ചെറിയ ആശ്വാസം സഭയ്ക്കുണ്ടായത് ശ്രീ വോൾമത്തായി നമ്മുടെ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ആയതാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയതിൻ്റെ ഒരു കാര്യം ചേട്ടൻ CM സ്റ്റീഫനെ കൂടെ ഓർത്തുകൊണ്ടാണെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹം ആദ്യമായിട്ടാണ് മാനേജിങ് കമ്മിറ്റി വന്നത്, ആദ്യമായിട്ട് തന്നെ സെക്രട്ടറിയുമായി. ശരിയാണോ? ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് കുടുംബത്തിലും മക്കളിലും അനുജന്മാരിലും ഒക്കെ ഉണ്ടാകട്ടെ. സഭയ്ക്ക് ഒരു കാലത്തും മറക്കാനാവാത്ത ഒരു നേതാവായിട്ട് ശ്രീമാൻ CM സ്റ്റീഫൻ ആളുകളുടെ ഓർമ്മയിൽ തീർച്ചയായിട്ടും കാണും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ 7 പേരെ ജനിപ്പിച്ച
കുടുംബങ്ങളെ, ഈ 7 പേരെ ജനിപ്പിച്ച ഈ പിന്നെ കത്തീഡ്രൽ മാവേലിക്കര പുതിയകാവ് പള്ളിയെ, ഈ 7 പേരെ ജനിപ്പിച്ച സഭയെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച സ്ഥലം തന്നെയാണ്. അതികായന്മാരെന്ന് പറഞ്ഞാൽ സൈസിലും വലുതായിരുന്നു CM സ്റ്റീഫനും ഡോക്ടർ അലക്സാണ്ടറും. ഇവർ 2 പേരും ഒരുപോലെ ഹൈറ്റാണ്. ഇത് ഒരു വലിയ അതിശയമാണ്. ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് മാവേലിക്കര അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിട്ട് തുടരട്ടെ. ഇനിയും ഇതുപോലുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടാകട്ടെ. എല്ലാ ആദരാജ്ഞകളും ശ്രീമാൻ സ്റ്റീഫൻ്റെ നാമത്തിൽ നേർന്നുകൊണ്ട് അൽമായ ട്രസ്റ്റി എന്നുള്ള നാമത്തിൽ ഞാൻ ഇവിടെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അൽമായ ട്രസ്റ്റിയുടെ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അനുഗ്രഹപൂർണ്ണമായ നടത്തിപ്പിന് നേതൃത്വം നൽകി പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ വികാരി ഒന്നിനായ D. ഗീവർഗീസ് അച്ഛൻ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, ആദരണീയനായ ജസ്റ്റിസ് ജെ. ബെഞ്ചമിൻ ഘോഷി, അഭിനന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, അഭിനന്ദനായ യോശുവ മാർ നിക്കോദിമോസ് തിരുമേനി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വന്ദനായ വൈദിക ശ്രേഷ്ഠയെ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അൽമായ നേതൃസ്മൃതി എന്ന അനുഗ്രഹകരമായ ഒരു ചിന്ത, അത് ഇത്തരത്തിൽ മനോഹരമായി രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, സഭയുടെ പ്രവർത്തന മേഖലകളിൽ സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ച ധന്യരായ വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്നത് ഏറെ ശുഭോദർക്കമായ ഒരു വസ്തുതയാണ്. ഉത്തമനായ ഒരു സഭാ സ്നേഹിയെ ഇന്ന് മലങ്കര സഭ അനുസ്മരിക്കുകയും ആദരവ് പ്രകടിപ്പിക്കുകയുമാണ്. ഇവിടെ എനിക്ക് മുന്നം സംസാരിച്ച എല്ലാ ബഹുമാന്യ വ്യക്തികളും, പരിശുദ്ധ പിതാവിന്റെ മനസ്സുൾപ്പെടെ എല്ലാവരും ബഹുമാനപ്പെട്ട ശ്രീ CM സ്റ്റീഫൻ അവറുകളുടെ അനുഭവങ്ങളെക്കുറിച്ച്, പ്രവർത്തന മേഖലകളെക്കുറിച്ച് സവിസ്തരം ഇവിടെ ഓർമ്മപ്പെടുത്തിയുണ്ടായി. പരിശുദ്ധ മാതാവിന്റെ മനസ്സുകൊണ്ട് പല വേദികളിലും ഇന്ന് വേദനയോടെ പങ്കുവയ്ക്കുന്ന ഒരു വസ്തുത, സഭയെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അപര്യാപ്തതയാണ്. എന്നാൽ ശ്രീ CM സ്റ്റീഫൻ, അദ്ദേഹം സഭയെ സ്നേഹിച്ച, സഭാ മാതാവിനെ ഏറെ സ്നേഹിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു. അത്തരത്തിലുള്ളതായ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഇന്നും സഭയ്ക്ക്, സഭാ മാതാവിൻ്റെ ഗാത്രത്തിന് വേദന കൂടാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഈ നേതൃസ്മൃതി പരമ്പര അഭിമന്യ നിക്കോദിമോസ് തിരുമേനി മനസ്സുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ അത്തരത്തിലുള്ളതായ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നതിനുള്ളതായ മുഖാന്തരങ്ങൾ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ്. കത്തീഡ്രൽ ഇടവക ഏറെ ധന്യതയുടെ നിമിഷങ്ങളിലാണ്. ഇവിടെ 3-4 പേരുടെ പേരുകൾ ആവർത്തിക്കുകയുണ്ടായി ഈ ദേവാലയം സംഭാവന ചെയ്തത്. ഒരു പേര് കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഭാരതത്തിന് അതിൻ്റെ സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്ന സന്ദർഭത്തിൽ ഒരു ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ, ഭരണഘടന രൂപീകരിക്കുവാൻ തക്കവണ്ണം രൂപീകൃതമായ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ട്, ഒരു സമിതി. ആ സമിതിയിൽ ഈ ഇടവകയുടെ ഒരു മകൻ ശ്രീ N. അലക്സാണ്ടർ, ഭാരതത്തിൻ്റെ ആദ്യ പാർലമെൻറ്റിലെ അംഗം, മുൻ MP, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ ഒരു മേഖലയിൽ ഭാരതത്തിന് ഏറെ സഹായകരമായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളതായ അനേക വ്യക്തിത്വങ്ങളെ ഈ സഭാമാതാവ്, ഈ ദേവാലയം സംഭാവന ചെയ്യുമ്പോൾ ഇടവക ആ ധന്യതയിൽ ഇന്ന് ശിരസ്സ് നമിക്കുകയാണ്. ഇടവകയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ളതായ ഒരു വേദി ഇവിടെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ഭാവാതിന് മനസ്സുകൊണ്ട് കൽപ്പിച്ച് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തെ ഏറെ ഭവ്യതയോടെ ഇടവക സ്വീകരിക്കുന്നു. ഏറെ ധന്യതയോടെ തൃപ്പാദങ്ങളിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. സഭയെ സ്നേഹിക്കുന്ന ഉത്തമരായ വ്യക്തിത്വങ്ങൾ വീണ്ടും സഭാമാതാവ് ദാനം ചെയ്യുവാൻ
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. 5 മിനിറ്റുകൾ കൊണ്ട് ഈ സമ്മേളനം പൂർണ്ണമാകുന്നതാണ്. ഏറ്റവും അവസാനമായി സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജി കോശി തുണ്ടുപറമ്പിൽ, സെക്രട്ടറി ശ്രീ ജി കോശി തുണ്ടുപറമ്പിൽ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ തിരുമേനിമാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, മാവേലിക്കര ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത മലങ്കര സഭയുടെ പ്രിയപുത്രൻ, പുതിയകാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ അഭിമാനം, അനശ്വരനായ CM സ്റ്റീഫൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. പുതിയകാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ എല്ലാവിധമായ ആദരവുകളും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വികസനത്തിന് കഴിഞ്ഞ 5 വർഷമായി ചടുലതയോടും ദിശാബോധത്തോടും നേതൃത്വം നൽകുന്ന, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രധാന സംഘാടകൻ, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രിയങ്കരനായ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജേക്കബ് ജോൺ ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി, അഭിമന്യ പിതാക്കന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ സഭയുടെ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ അൽമായ നേതൃത്വം നൽകി വാങ്ങിപ്പോയ വ്യക്തികളെ ഓർക്കുന്ന ഒരു അനുസ്മരണം സഭ നിർവഹിക്കുമ്പോൾ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടപ്പാടാണ്. അതിൻ്റെ 2ാമത്തെ യോഗമാണ് ഇന്ന് മാവേലിക്കര പടിയോലയുടെ മണ്ണിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച് അനുഗ്രഹിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോടുള്ള ഭക്തി ആദരവുകൾ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച മഹാരാഷ്ട്ര ഗവർണർ ശ്രീ കെ ശങ്കരനാരായണ അവരോടുള്ള ഭക്തി ആദരവുകൾ സന്തോഷവും അറിയിക്കുന്നു. കൂടാതെ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നൽകി അനുഗ്രഹിച്ച, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് ബി ബെഞ്ചമിൻ കോശി അവരോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ ഇതിന് വേണ്ടതായ അനുസ്മരണ സന്ദേശങ്ങൾ നൽകിയ മുംബൈ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനിയോടും, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തയായി സേവനമനുഷ്ഠിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് തിരുമേനിയോടുള്ള ഭക്തി ആദരവുകൾ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ചിന്ത സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ഭംഗിയായി അത് ക്രമീകരിക്കാനും തക്കവണ്ണം സഭയുടെ ഊർജ്ജസ്വലനായ സഭാ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ് വളരെ നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ ജോലി പോലും മാറ്റിവെച്ചിട്ട് സഭയുടെ സേവനത്തിൽ അദ്ദേഹം കർമ്മനിരതനായിരിക്കുന്നു. 7 പ്രാവശ്യത്തിലധികം അദ്ദേഹം ഈ യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യങ്ങളിലൂടെ വന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ജോർജ് ജോസഫിനുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. CM സ്റ്റീഫനെ കുറിച്ചുള്ള അനുസ്മരണകൾ അയവിറക്കിക്കൊണ്ട് വളരെ ഭംഗിയായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തിയ സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ M ജോർജ് മുത്തൂറ്റ്, അദ്ദേഹം സഭയുടെയും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവിധമായ കൈത്താങ്ങലുകളും തന്നുകൊണ്ടിരിക്കുന്ന ഒരു വന്യ വ്യക്തിത്വമാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ഈ സമ്മേളനത്തിൽ വന്ന് അനുസ്മരണം നിർവഹിച്ച റാന്നി MLA ശ്രീ രാജു എബ്രഹാം MLA, കൂടാതെ ഈ കത്തീഡ്രൽ ഇടവക എന്തുകൊണ്ടും ഭാഗ്യവതിയാണ്. കാരണം അൽമായ പ്രമുഖരെ, ആത്മീയ നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ ഇടവയി കഴിഞ്ഞു. ഈ യോഗം ഇവിടെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഇടവക അത് സന്തോഷത്തോടുകൂടെ ഉൾക്കൊണ്ടു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഡി ഗീവർഗീസ് അച്ഛനും സഹവികാരി വിജി ജോണച്ചനും ചാപ്പലിലെ വികാരിമാരും ഇടവകയുടെ ട്രസ്റ്റി ശ്രീ സൈമൺ കൊമ്പശ്ശേരിൽ, സെക്രട്ടറി ശ്രീ കോശി തൊണ്ടുപറമ്പിൽ, ഇതിൻ്റെ യോഗത്തിൻ്റെ ജനറൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറുമായിരുന്നു. നേതൃത്വം നൽകി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും ഈ തരുണത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച മാവേലിക്കരയുടെ നഗര പിതാവ് അഡ്വക്കേറ്റ് KR മുരളീധരൻ, തഴക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കോശി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കല്ലുമല രാജൻ, ജനകീയ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ അനി വർഗീസ്, നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ശ്രീ CM സ്റ്റീഫൻ്റെ സഹോദരൻ ശ്രീ പോൾ മത്തായി,
CM സ്റ്റീഫൻ അവരുടെ പ്രിയപ്പെട്ട മകൻ മത്തായി സ്റ്റീഫൻ എന്നിവരുടെ സാന്നിധ്യം വിലപ്പെട്ടതാണ്. എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ശ്രീ ജേക്കബ് തോമസ് അരുകുപുറം, കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ജോൺ തോമസ്, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൊല്ലം ഭദ്രാസനം, കൊട്ടാരക്കര, അടൂർ ഭദ്രാസനം, കൂടാതെ മാവേലിക്കര ഭദ്രാസനമുള്ള അംഗങ്ങൾ, മാവേലിക്കര ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വന്യ കോറപ്പിസ്കോപ്പമാർ, റമ്പാച്ചന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, ഇടവകയിലെ സെക്രട്ടറിമാർ, ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അസോസിയേഷൻ പ്രതിനിധികൾ, ഭദ്രാസന പൊതുയോഗ പ്രതിനിധികൾ, എല്ലാ ഇടവകളെയും പ്രതികരിച്ച് കടന്നിട്ടുള്ള വിശ്വാസികൾ, മർത്തമറിയ സമാജത്തിൻ്റെ പ്രവർത്തകർ. ഇതിൻ്റെ ആലോചന യോഗത്തിൽ തന്നെ ഏകദേശം 200 സ്ത്രീകളെ അന്ന് പങ്കെടുപ്പിച്ചത് ഈ ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ മേരി വർഗീസ് കൊമ്പശ്ശേരിയുടെ ആ ഒരു വലിയ അധ്വാനവും നേതൃത്വവുമായിരുന്നു. കൂടാതെ യുവജന പ്രസ്ഥാനങ്ങൾ, സൺഡേ സ്കൂൾ പ്രവർത്തകർ എന്നിവരുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇതിന് വേണ്ടതായ പോലീസ് അധികാരികളുടെ സമീപനവും സഹകരണവും വളരെ വിലപ്പെട്ടതായിരുന്നു. അതിനു വേണ്ടതായ എല്ലാ സഹായവും തന്ന എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ പ്രവർത്തനങ്ങൾ, കൂടാതെ തോമസ് ചാക്കോ, ശ്രീ രാജേഷ് തരക്കര എന്നിവരോടുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഇവിടെ അനുഗ്രഹിച്ച വന്യ വരുമല സെമിനാരിയുടെ മാനേജർ ഔഗേൻ റംബാൻ, ആയതുപോലെ തന്നെ ഇലവക്കാട്ട് ഗീവർഗീസ് റംബാച്ചൻ ഈ സമ്മേളനത്തിന് വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു. അതിൻ്റെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, കൺവീനർമാർ എന്നിവരോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെ ഒക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ, ആമോദമായി വാഴ്ക നീണ. നസറായനാമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. നസറായനാമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. കൈമറിഞ്ഞെത്തി ഈ വന്യ പിതാവില ദീപം കൊളുത്തിനിയായിരമായി, ദീപം കൊളുത്തിനിയായിരമായി. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെ ഒക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ, ആമോദമായി വാഴ്ക നീണ, ആമോദമായി വാഴ്ക നീണ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരുവായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടുകൂടെയും ഇന്ന് നാം അനുസ്മരിച്ച പ്രിയപ്പെട്ട സ്റ്റീഫൻ്റെ ആത്മാവിനോടുകൂടെയും ഇപ്പോഴെല്ലാം ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.